കാണാൻ കഴിയുന്നുണ്ട്. തുടങ്ങാറാകുമ്പോ പറഞ്ഞാ മതി സുകേശി. തുടങ്ങിക്കോളൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പ്രബന്ധാവതരണം മൈക്രോ ആൽഗെ ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ള ഒരു വിഷയത്തിലാണ്. ഇത് സ്ലൈഡ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്, പക്ഷെ സംസാരിക്കുന്നത് മലയാളത്തിലും ചില ഭാഗങ്ങളെല്ലാം ഇംഗ്ലീഷിലും ആയിരിക്കും. അതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ചില ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ നമുക്ക് പറയേണ്ടി വരുമ്പോൾ പൂർണ്ണമായും മലയാള പദങ്ങൾ ഉപയോഗിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ആയിരിക്കും സംസാരിക്കുന്നത്. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒന്നുകിൽ അതിനിടയ്ക്ക് ചോദിച്ചാൽ പറയാം, അതല്ലെങ്കിൽ അവസാന ഡിസ്കഷന്റെ സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാമെന്ന് കരുതുന്നു. അപ്പൊ തുടങ്ങാം നമുക്ക്. അപ്പൊ മൈക്രോ ആൽഗെ ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം, അഥവാ സൂക്ഷ്മ ആൽഗകളും പരിസ്ഥിതിയും. നമ്മൾ ഡൈവ് ചെയ്യാൻ റെഡിയാണ് എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരെ ഡൈവ് ചെയ്യാണ്. നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ള ഒരു പരസ്യ വാചകമാണ് പായലേ വിട പൂപ്പലേ വിട എന്നുള്ളത്, അല്ലെ? ആർക്കെങ്കിലും പറയാമോ ഇത് ഏതിന്റെ പരസ്യ വാചകമായിരുന്നു എന്നുള്ളത്? ഏത് ഒരു പരസ്യത്തിന്റെയാണിത്? ഏതൊരു പെയിന്റ് കമ്പനിയുടെ ആണ് എനിക്ക് തോന്നുന്നത്. അതെ, ഏഷ്യൻ പെയിന്റ്സ് അല്ല, അപെക്സിന്റെ തോന്നുന്നു. അതെ, ഏഷ്യൻ പെയിന്റ്സ് അപെക്സിന്റെ പരസ്യമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പരസ്യമാണ് ഇതല്ലേ, പായലേ വിട പൂപ്പലേ വിട. അപ്പൊ എന്തായാലും നമുക്ക് പായലിന് വിട പറയണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് ഈ ചർച്ചയുടെ അവസാനം തീരുമാനിക്കാം. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇതെല്ലാം നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന സാധനങ്ങളാണ്. പലപ്പോഴും ഭിത്തിയിൽ മഴ പെയ്യുമ്പോൾ നനവുള്ള ഭിത്തികളിലൊക്കെ പച്ചനിറം പിടിക്കുന്നതും, പലപ്പോഴും നമ്മളുടെ നിലങ്ങളിൽ വെള്ളം വീണ് കിടക്കുന്ന ഭാഗങ്ങള് പച്ചയായിട്ട് മാറും. നമ്മൾ തെന്നി വീഴുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മരങ്ങളുടെ മുകളിൽ ഈ രീതിയിൽ പച്ച പിടിച്ചിരിക്കുന്നതും, അതുപോലെ ജലം നമ്മൾ കുറച്ചു നേരം കുറച്ച് വെള്ളം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസം കഴിയുമ്പോൾ അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും വെളിച്ചമുള്ള പ്രദേശത്താണ് ഇരിക്കുന്നതെങ്കിൽ അതിലെ ഒരു പച്ച നിറം ഉണ്ടാവുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം മറ്റൊന്നുമല്ല, മൈക്രോ ആൽഗയാണ്. പലപ്പോഴും ഇതിനെ നമ്മൾ ന്യൂയിസൻസ് ആയിട്ടാണ് കാണുന്നത്. ഇത് നമ്മുടെ ചേർത്തല, ഇപ്പൊ ഞാൻ താമസിക്കുന്ന അതിന്റെ തൊട്ടടുത്തുള്ള ധന്വന്തരി ക്ഷേത്രമാണ്. മരുത്തുറവട്ടം ധന്വന്തരി ക്ഷേത്രത്തിന്റെ ക്ഷേത്രക്കുളമാണ് ഈ കാണുന്നത്. ക്ഷേത്രക്കുളം പച്ചയായി കിടക്കുന്നത് കാണാം. ഈ രീതിയിലുള്ള കുളങ്ങൾ നമ്മുടെ ചുറ്റുപാടൊക്കെ സർവ്വസാധാരണമാണ്. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന കുമ്പളങ്ങി എല്ലാവരും കാണുന്നുണ്ടോ? സ്ലൈഡ് എല്ലാവരും കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ചേഞ്ച് ചെയ്യുന്നത്? ഇല്ല, ഞാൻ കാണുന്നില്ല. കുഴപ്പമില്ല, കാണാൻ പറ്റില്ല എന്ന് കുഴപ്പമൊന്നുമില്ല. സ്ലൈഡ് കാണുന്നുണ്ട്. ഉണ്ട്, സ്ലൈഡ് കാണുന്നുണ്ടല്ലോ എല്ലാരും. എനിക്കെന്തോ കാണാൻ പറ്റുന്നില്ല. അതെന്തോ അവിടെ പ്രോബ്ലം ഉണ്ട് സാറ്. സാറിന്റെ സീറ്റ് ഒന്ന് മാറ്റി നോക്കുക, ഒന്നിങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് നോക്കൂ സാർ. ഓക്കെ, തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല, പറഞ്ഞോളൂ, ഞാൻ നോക്കിക്കോളാം, പറഞ്ഞോളൂ. പുറത്ത് വന്നിട്ട് ഹലോ, അരവിന്ദാക്ഷൻ സാറ് ഒന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നാൽ മതി, അപ്പൊ ശരിയാവും. പിള്ളേരെ വിളിക്കാം, പയ്യ ശരിയായിക്കോളാം. ഓക്കെ, ഞാൻ തുടരട്ടെ? ഓക്കെ. നമ്മള് ഈ പറഞ്ഞ അമ്പലക്കുളത്തിനുള്ളില് നമുക്ക് കാണാം പച്ച നിറഞ്ഞു കിടക്കുന്ന പച്ചവെള്ളം, അല്ലെ? യഥാർത്ഥത്തിലുള്ള പച്ചവെള്ളം, അതുപോലെ കുമ്പളങ്ങി കവര്, ഇതിനെല്ലാം കാരണക്കാരായവര് യഥാർത്ഥത്തിൽ മൈക്രോ ആൽഗകൾ തന്നെയാണ്. എന്താണ് മൈക്രോ ആൽഗകൾ എന്ന് നമുക്ക് വഴിയെ കാണാം. മറ്റൊന്നാണ് ആൽഗൽ ബ്ലൂംസ്. ഈ ആൽഗ എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലെല്ലാം പ്രശ്നക്കാരികളാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ ചിത്രങ്ങളെല്ലാം കാണിക്കുന്നത്. പലയിടത്തും ബ്ലൂംസ് ഉണ്ടാവുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്.
ഈ ആൽഗൽ ബ്ലൂംസ് പലപ്പോഴും പ്രശ്നകാരികളാകാറുണ്ട്. അങ്ങനെ പ്രശ്നകാരികളായിട്ടുള്ള ആൽഗൽ ബ്ലൂംസിനെയാണ്, ബ്ലൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം നമ്പറുകളിൽ കൂടുന്നു. എന്തെങ്കിലും ഒരു ന്യൂട്രിയന്റ് ഇൻഫ്ലോ ഉണ്ടാവുന്ന സമയത്ത്, പ്രകൃതിയിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജലത്തിന്റെ ചൂട് കൂടുകയോ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയാണ് ബ്ലൂംസ് ഉണ്ടാവുന്നത്. പലപ്പോഴും ഈ ആൽഗൽ ബ്ലൂംസ് ഹാംഫുൾ ആകാറുണ്ട്. അങ്ങനെയുള്ള ബ്ലൂംസിനെയാണ് നമ്മൾ ഹാംഫുൾ ആൽഗൽ ബ്ലൂംസ് അഥവാ ഹാബ് എന്ന് വിളിക്കുന്നത്. HAB, ഹാബ് എന്നാണ് ഇവരെ വിളിക്കാറുള്ളത്. അത് പലപ്പോഴും കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നതിനൊക്കെ കാരണമാകാറുണ്ട്. ഏതായാലും ഹാംഫുൾ ആൽഗൽ ബ്ലൂംസ് ഡയറക്ട്ലി മനുഷ്യനെ ബാധിക്കാറില്ല, പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്. ഞാൻ ആൽഗയെ കുറിച്ചിട്ട് കുറച്ച് നല്ല വശങ്ങൾ പറയാനുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ അയാളുടെ എന്താ പറയാ നെഗറ്റീവ് വശങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നല്ലതിലേക്ക് കടക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഹാംഫുൾ ആൽഗൽ ബ്ലൂംസിനെ ആദ്യമേ തന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ആൽഗ ആണെങ്കിൽ പോലും, നല്ല ആൾക്കാരാണെങ്കിൽ പോലും കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഹാംഫുൾ ആൽഗൽ ബ്ലൂംസിൽ ഉൾപ്പെടുന്ന ആൽഗകൾ എന്ന് പറയുന്നത് പലപ്പോഴും പലതരം ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്നകാരികളാണ്. ഓക്കെ, അതേസമയം ഇത് നമുക്ക് വളരെ പരിചയമുള്ള ഒരു സംഭവമാണ് ചാകര. ചാകരയ്ക്ക് കാരണവും പലപ്പോഴും ഒരു തരത്തിലുള്ള ആൽഗൽ ബ്ലൂം തന്നെയാണ്, മഡ് ബാങ്ക് ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന. അതായത് പ്രത്യേകിച്ചും ചാള എന്ന് പറയുന്ന വിഭാഗം മത്സ്യത്തിന്റെ ഒരു ചാകര വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുന്നോടിയായിട്ട് ഒരു ആൽഗൽ ബ്ലൂം ഉണ്ടായിട്ടുണ്ടാവും അവിടെ. അത് ഫ്രാജിലോറിയോപ്സിസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആയിരിക്കും അവിടെ ബ്ലൂം ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ പുറകെ ഈ ആൽഗയെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് മത്സ്യങ്ങൾ കൂട്ടമായിട്ട് വരുന്നതും. അങ്ങനെയാണ് ചാകര എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിന്റെ ഒരു കാരണം. നമുക്ക് പരിചയമുള്ള ഒരു സംഭവമാണ്. ഇവരിനി നമ്മൾ സാധാരണ കാണുന്ന ചുറ്റുപാടും കാണുന്ന ജലത്തിൽ മാത്രമല്ല, പലപ്പോഴും എക്സ്ട്രീം കണ്ടീഷൻസിലും ഇവർക്ക് ജീവിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഐസിൽ പോയാൽ അവിടെയും ഈ പച്ചപ്പ് കാണാം നമുക്ക്. പിന്നെ സോൾട്ട് പാനിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഉണ്ട്. സോൾട്ട് പാനിലൊക്കെ എക്സ്ട്രീമോഫൈൽസ്, അതായത് പിന്നെ സോൾട്ട് പാനിലൊക്കെ അത്യധികം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഉപ്പില് പോലും ഈ ആൽഗകൾക്ക് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെയധികം പ്രത്യേകതയുള്ള കാര്യമാണ്. അതുപോലെ ഹോട്ട് സ്പ്രിങ്സ് നമുക്കറിയാം, പല മലനിരകളിലും ചൂടുള്ള വെള്ളം അല്ലെ, നമ്മൾ തപ്തകുണ്ടം എന്നൊക്കെ പറയുന്നത്, അവിടങ്ങളിലും ഈ പറഞ്ഞ ആൽഗകൾക്ക് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അതുപോലെ ഡെഡ് സീ എന്ന് പറയുമ്പോൾ അതിന്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. നമുക്കറിയാം മറ്റൊരു ജീവജാലങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ലെങ്കിലും അവിടെ പോലും ഈ ആൽഗകൾക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചിതമാണോ എന്ന് എനിക്കറിയില്ല. നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, പോളാർ ബെയറിന്റെ പുറത്ത് അത് പിന്നെ ശൈത്യ ധ്രുവങ്ങളിൽ കാണുന്നതാണ്. അവരുടെ മേത്ത്, അവരുടെ രോമങ്ങളിൽ പച്ച കളറിലുള്ള നിറം വന്നിരിക്കുന്ന അതിന്റെ മേലെ ആൽഗകൾ വളരുന്നത് കൊണ്ടാണ്. സ്ലോത്ത് ബെയറിന്റെ പുറത്തും നമുക്ക് കാണാം. അതുപോലെ സീ സ്ലഗ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ. സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഗുണകരമായിരിക്കും. ഈ പോളാർ ബെയറിന്റെ മുകളിലുള്ള ആൽഗകൾക്ക് എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കൻസ് എന്നുള്ളത്, എന്തുകൊണ്ടാണ് അത് പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. അതുപോലെ ഒരു ആമയാണ്, ആമയുടെ തോടിന്റെ പുറത്തും പച്ച നിറത്തിൽ പിടിച്ചിരിപ്പുണ്ട്. ഈ കാണുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പിന്നെ കോറലുകളാണ്. ഈ കോറലുകളിലും ഈ പറഞ്ഞതുപോലെ ആൽഗകളുണ്ട്. അപ്പൊ അവര് തമ്മിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ബന്ധം, അനിഷേധ്യമായിട്ടുള്ള ഒരു ബന്ധം, ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. കാരണം ഈ ആൽഗകൾക്ക് പലപ്പോഴും പിന്നെ ഓക്സിജൻ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ ഫുഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ ഇവർക്ക് പ്രയോജനകരമായിട്ട് ഭവിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അൺയൂഷ്വൽ റിലേഷൻഷിപ്പിലും നമുക്ക് ആൽഗകളെ കാണാൻ സാധിക്കും. അതുപോലെയുള്ള ഒരു അൺയൂഷ്വൽ റിലേഷൻഷിപ്പാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. ലൈക്കൻസ് എന്ന് പറയുന്നത് ആൽഗകളും അതുപോലെ തന്നെ ഫംഗസും കൂടെ ചേർന്നതാണ് ലൈക്കൻസ്. ഇവരെ പലപ്പോഴും നമ്മൾ എന്താ പറയാ, ചില പ്രത്യേക ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള എന്തെങ്കിലും ഒരു പിന്നെ എന്താ പറയാ പ്രത്യേക മിനറലിന്റെ ഒക്കെ അംശങ്ങളുള്ള ഭാഗങ്ങളിൽ ലൈക്കൻസ് വളരുന്നുണ്ടെങ്കിൽ അതൊക്കെ ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. അപ്പൊ ലൈക്കൻസും ഈ പറഞ്ഞ പോലെ ഉള്ള ഒരു പ്രത്യേകതരം കോമ്പിനേഷൻ ഓഫ് ആൽഗയും അതുപോലെ ഫംഗസും കൂടെ ചേർന്നതാണ്. ഫംഗസ് നമുക്കറിയാം സാധാരണ പൂപ്പൽ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു പായലെ വിട പൂപ്പലെ വിട എന്ന് പറഞ്ഞു അല്ലെ. പലപ്പോഴും ലൈക്കൻസ് എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേർന്നതാണ്. പിന്നെ നമുക്ക് ഈ ആൽഗകളും സാധാരണ ഒരു ചെടിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് നോക്കാം. സാധാരണ ഒരു ആൽഗ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോഡി സ്ട്രക്ചർ ആണുള്ളത്. പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനൊരു ഇലയും തണ്ടും പൂവും വേരും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ആൽഗയ്ക്ക് ഇതൊന്നും ഉണ്ടാവില്ല.
വളരെ സിമ്പിൾ ആയിട്ടൊരു സ്ട്രക്ചർ ആണ്. അതിനെ ഏതെങ്കിലും ഒരു ഈ കാണിച്ചിരിക്കുന്നത് ചിത്രത്തിലുള്ളത് മാക്രോ ആൽഗകളാണ്, മൈക്രോ ആൽഗകൾ അല്ല. മാക്രോ ആൽഗ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ആൽഗകൾ. അപ്പൊ അവർക്ക് പിന്നെ എന്താ പറയാ, ഈ പറഞ്ഞ രീതിയിൽ വലുതായത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കണം. അതിന് വേണ്ടിയിട്ട് വേരല്ല, പകരം അതിന് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണുള്ളത്. അത് വെച്ചിട്ടാണ് അവർ ഏതെങ്കിലും ഒരു കല്ലിന്റെ പുറത്തോ മണ്ണിലോ ഒക്കെ പിടിച്ചു നിൽക്കുന്നത്. മാക്രോ ആൽഗകൾ എന്നാണ് ഇവരെ പൊതുവെ വിളിക്കുന്നത്, അഥവാ സീവീഡ്സ് എന്നും കോമൺ ആയിട്ട് പറയാറുണ്ട്. അതേസമയം സീ ഗ്രാസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രാസിന്റെ വെറൈറ്റിയിൽ പെടുന്നതാണ്. അതിന് പൂവും കായും തണ്ടും വേരും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പക്ഷെ ആൽഗകൾക്ക് ഇതൊന്നും ഉണ്ടായിരിക്കില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബോഡി സ്ട്രക്ചർ ആണുള്ളത്. ഈ ചിത്രങ്ങളിൽ കാണുന്നത് നമ്മൾ കോമൺ ആയിട്ട് കുളങ്ങളിൽ കാണുന്നത്, ഇവരെല്ലാവരും നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്ന പേര് ആൽഗ എന്നാണ്. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന ഇതില് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരാള് മാത്രമേ യഥാർത്ഥ ആൽഗയുള്ളൂ. ബാക്കി 3 പേരും യഥാർത്ഥ ആൽഗകളല്ല. അവര് പകരം എന്താ പറയാ, ഇവരെ വിളിക്കുന്ന പോളകൾ എന്ന് വിളിക്കും, പോള. അപ്പൊ പക്ഷെ നമ്മൾ പറയുമ്പോൾ പായൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവര് യഥാർത്ഥ ആൽഗകളല്ല. ഓക്കെ, അപ്പൊ ഇതില് ഈ കാണുന്ന ഈ ഏറ്റവും ലെഫ്റ്റ് ഹാൻഡില് ഏറ്റവും മോളിൽ കാണുന്ന ഒരു ആള് മാത്രമാണ്, ഞാനിങ്ങനെ ആരോ കാണിക്കുമ്പോൾ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ആരോ മാർക്ക് കാണുന്നുണ്ടോ? ആരോ കാണിക്കുന്നത് പോയിന്റർ കാണുന്നുണ്ടോ? ഇല്ല, കാണാൻ കഴിയുന്നില്ല. കാണുന്നില്ല അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന കാര എന്ന് പറയുന്ന ഒരു വിഭാഗം, അവര് മാത്രമാണ് യഥാർത്ഥ ആൽഗകളായിട്ടുള്ളത്. ബാക്കി ഈ പറഞ്ഞ നമ്മുടെ ഐക്കോർണിയ അഥവാ കൊളവാഴ എന്ന് പറയുന്ന സാധനവും താഴെ കാണുന്ന പിസ്റ്റിയ എന്ന് പറയുന്ന ആൽഗ, ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് എന്താ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. മറ്റേത് നമുക്ക് ഡക്വീഡ് ആണ്. ഡക്വീഡ് അഥവാ എന്താ പറയാ, അതിന് അസോള എന്ന് പറയുന്ന കുളത്തിന്റെ മുകളിൽ പച്ച നിറത്തില് ഇങ്ങനെ പരവതാനി വിരിച്ച പോലെ ചെറിയ പായലായിരിക്കും അത്. ഇവരെയും പായൽ എന്നാണ് വിളിക്കുന്നതെങ്കിൽ പോലും ഇവർ രണ്ടുപേരും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഓക്കെ, യഥാർത്ഥ ആൽഗകൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള വേരും പൂവും കായും ഒന്നും ഉണ്ടായിരിക്കില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബോഡി സ്ട്രക്ചർ ആണ് അവർക്കുള്ളത്. നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകാം, ഒരു എവല്യൂഷണറി ഹിസ്റ്ററിയിലേക്ക് പോകാം, ഒറിജിൻ ഓഫ് എർത്തിൽ പോകാം. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ മഞ്ഞ ആരോ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഈ പറഞ്ഞ മൈക്രോ ആൽഗകൾ അഥവാ ഈ പറഞ്ഞ ഓർഗാനിസംസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ മൈക്രോ ആൽഗകളുടെ ഉത്ഭവം എന്ന് പറയുന്ന ഏകദേശം 3.5 ബില്യൺ ഇയേഴ്സ് മുമ്പ് തന്നെ ഇവർ ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മഞ്ഞ ആരോ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് മനുഷ്യന്റെ ഉത്ഭവം നോക്കുക. വെറും 500 ബില്യൺ പുറകിലാണ് മാത്രമാണ് മനുഷ്യന്റെ ഉത്ഭവം വന്നിരിക്കുന്നത്. അപ്പൊ ഇവര് വളരെ പഴയ ആൾക്കാരാണ്, വളരെ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് മൈക്രോ ആൽഗ എന്ന് പറയുന്നത്. ആദ്യത്തെ ഭൂമിയിലെ തന്നെ ആദ്യത്തെ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന അഥവാ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് മൈക്രോ ആൽഗകൾ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സൈനോബാക്ടീരിയ അഥവാ പ്രോട്ടോട്രോഫ്സ് എന്ന് വിളിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ മൈക്രോ ആൽഗയ്ക്കാണ്. പിന്നീടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മാക്രോസ്കോപ്പിക്കും അതും കഴിഞ്ഞ് വീണ്ടും ഒരു 1.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ്, ദശകോടി വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആൽഗൽ കിങ്ഡംസ് അഥവാ പിന്നെ വന്നിരിക്കുന്നത്. അതായത് യഥാർത്ഥത്തിലുള്ള മാക്രോ ആൽഗകൾ വന്നിരിക്കുന്നത് അവിടെ മാത്രമാണ്. പക്ഷെ ഇവര് മൈക്രോ ആൽഗകൾ അതിലും വളരെ മുമ്പ് തന്നെ ഏകദേശം 2.5 ദശകോടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവര് ഉത്ഭവിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ എർത്തില്. ഇത് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്താണ് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ എന്താ പറയാ, പിന്നെ ഫോസിൽസ് ആണ്. ഫോസിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്. ഇത് ലിവിങ് ഫോസിൽസ് ആണ്. അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഏകദേശം 3.5 ബില്യൺ ഇയേഴ്സ് മുമ്പ് ഉണ്ടായിരുന്ന ഈ ഒരു ആൽഗകളുടെ ഒരു റെമനൻസ് ആണ് ഇവര്. ഓക്കെ, അപ്പൊ അവര് നമുക്ക് വിളിക്കുന്ന പേരാണ് സ്ട്രൊമാറ്റോലൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ ഡയാറ്റംസ് എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം മൈക്രോ ആൽഗകളുടെ റെസിഡ്യൂസ് ആണ് ഡയറ്റമേഷ്യസ് എർത്ത്. അതിന് വളരെയധികം പ്രയോജനമുള്ള ഒരു സാധനമാണ് ഡയറ്റമേഷ്യസ് എർത്ത്. നമ്മൾ ഫിൽറ്ററിങ്ങിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ ഈ ഒരു പ്രബന്ധാവതരണത്തില് നമ്മൾ ഇതിന്റെ ജനറൽ ആസ്പെക്റ്റുകൾ, അതായത് പ്രകൃതിയുമായിട്ട് ഇവരെങ്ങനെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, എന്താണ് ഇവര് പ്രകൃതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്.
കൂടുതൽ ഡീപ്പായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം മുഴുവൻ എടുത്താലും നമുക്ക് തീരില്ല. അതുകൊണ്ട് വളരെ പെരിഫറൽ ആയിട്ട് പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി എന്താണ് മൈക്രോ ആൽഗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരവേ ഉള്ളൂ, ഫോട്ടോസിന്തറ്റിക് മൈക്രോബ്സ്. അതായത് ഏകദേശം 2 മുതൽ 200 മൈക്രോൺ സൈസ് ഉള്ള ഫോട്ടോസിന്തറ്റിക്, അതായത് പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ കഴിയുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെയാണ് സിംഗിൾ സെൽഡ് ആയിരിക്കും. സിംഗിൾ സെൽഡ് എന്ന് വെച്ചാൽ ഒറ്റ ഏകകോശ ജീവികളാണ്. അങ്ങനെയുള്ള ഏകകോശ ജീവികളെയാണ് നമ്മൾ മൈക്രോ ആൽഗെ എന്ന് പറഞ്ഞ ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സൈസിന്റെ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചിത്രം വെച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് 100 മൈക്രോൺ നമുക്ക് വൈറസിന്റെ ഒരു സൈസ് കാണിച്ചിട്ടുണ്ട്. 100 നാനോമീറ്റർ ആണ് വൈറസിന്റെ സൈസ്. അത് കഴിഞ്ഞാൽ 1 മൈക്രോൺ ആണ് ബാക്ടീരിയയുടെ സൈസ് പറഞ്ഞിരിക്കുന്നത്. ഈസ്റ്റിന്റെ ഏകദേശം 5 മൈക്രോൺ സൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ മുതൽ അങ്ങോട്ടാണ് ഈ 100 മൈക്രോൺ 200 മൈക്രോൺ സൈസ് വരെയാണ് നമ്മുടെ മൈക്രോ ആൽഗകളുടെ സൈസ് എന്ന് പറയുന്നത്. മൈക്രോ കോസ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കുറച്ച് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും അതിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു മൈക്രോ കോസ്മിക് ആയിട്ടുള്ള ഒരു ലോകം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം വ്യത്യസ്തമായ സ്ട്രക്ചേഴ്സ് സെല്ലുലാർ സ്ട്രക്ചേഴ്സ് കാണാം. ചിലതെല്ലാം സിംഗിൾ ഒറ്റ കോശമാണ്, എല്ലാം ഏകകോശ ജീവികളാണ്. പക്ഷെ ചിലതെല്ലാം അഗ്രിഗേറ്റ് ചെയ്തിട്ട് കോളനിയിൽ കാണാം. ചിലത് ചേർന്ന് വളരെ നീണ്ടു കിടക്കുന്ന സ്ട്രക്ചറിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം അവയുടെ ചിത്രങ്ങളാണ്, പലതരത്തിലുള്ള മൈക്രോ ആൽഗകളുടെ ചിത്രങ്ങളാണ്. എല്ലാം മൈക്രോസ്കോപ്പിൽ പകർത്തിയ ചിത്രങ്ങളാണ്. ഇനി എന്താണ് മൈക്രോ ആൽഗയുടെ ഹിഡൻ വേൾഡ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അതിന്റെ ഉള്ളില് ആരൊക്കെയാണുള്ളത്, എന്താണ് ഇവരുടെ പ്രത്യേകത? നേരത്തെ പറഞ്ഞു ഇവര് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആണ്. അവര് ജലത്തിൽ ഒരു അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവരാണ് അവിടുത്തെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ സൂര്യനിൽ നിന്ന് സൂര്യരശ്മികളിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രകാശ സംശ്ലേഷണം നടത്തി ഭക്ഷണം ഉണ്ടാക്കുന്നവരെയാണ് നമ്മൾ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കടലില് പരന്നു കിടക്കുന്ന വലിയ സമുദ്രത്തിന്റെ ഉള്ളിലൊന്നും ചെടികളില്ല, പക്ഷെ അവിടെ എല്ലാം ജീവജാലങ്ങളുണ്ട്. അപ്പൊ ഈ ജീവജാലങ്ങൾക്കെല്ലാം ആഹാര ശ്രേണിയിൽ, ആഹാര ശൃംഖലയില് ആദ്യത്തെ കണികൾ എന്ന് പറയുന്നത് ഈ മൈക്രോ ആൽഗകളാണ്. അവരാണ് എന്താ ചെയ്യുന്നത്, പ്രകൃതിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് ഈ പറഞ്ഞ സൂര്യന്റെ പ്രകാശത്തില് ഫോട്ടോസിന്തസിസ് നടത്തി അവസാനം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവർക്ക് ചെടികൾക്ക് വേണ്ടതുപോലെ തന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, ഈ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അവർക്കും ന്യൂട്രിയൻസ് ആയിട്ട് വേണം. അത് അവർക്ക് ജലത്തിൽ നിന്ന് യഥേഷ്ടം ലഭിക്കുന്നതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് അവര് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. നമുക്കറിയാം, നമ്മളുടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താണ്, മരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഫാക്ട് എന്ന് പറയുന്നത് ഓഷ്യൻസ് ആണ് ഓക്സിജൻ കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പൊ മുമ്പ് വിശ്വസിച്ചിരുന്നത് ടോട്ടൽ ഓക്സിജൻ പ്രൊഡക്ഷന്റെ ഏകദേശം 100% മരങ്ങളാണ് നമ്മളെ സംരക്ഷിക്കുന്നതെന്നായിരുന്നു ആദ്യകാലത്തെ വിശ്വാസം. പിന്നീട് നമുക്ക് മനസ്സിലായി ഈ മരങ്ങള് കേവലം 50% മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളത് ആൽഗയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നീട് ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ പറയുന്നത് മരങ്ങള്, ടെറസ്ട്രിയൽ പ്ലാന്റ്സ് വെറും 25% മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി 75% ഓക്സിജൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മൈക്രോ ആൽഗകളാണ്. ഇതില് നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മുടെ എവറി സെക്കൻഡ് ആൻഡ് തേർഡ് ബ്രെത്ത് എന്ന് പറയുന്നതും ആരിൽ നിന്ന് കിട്ടുന്നതാണ്, ആൽഗയിൽ നിന്ന് കിട്ടുന്നതാണ്. അഥവാ നമുക്ക് ആൽഗ ഇല്ലെങ്കിൽ നമ്മളില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു അതിന്റെ ഫോട്ടോസിന്തറ്റിക് പൊട്ടൻഷ്യൽ, അതായത് ഓക്സിജൻ ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് IIT-ലെ കുട്ടികൾ നമ്മുടെ ഈ കോവിഡിന്റെ സമയത്ത് ആൽഗെ എയർ മാസ്ക് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു നൂതന കണ്ടുപിടുത്തമായിട്ട് തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് മിറ്റിഗേഷനിൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് പ്ലാന്റ് ട്രീ എന്നുള്ളതാണ്. ഇപ്പൊ കൺസെപ്റ്റ് മാറി വരുന്നു, ലിക്വിഡ് ട്രീ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി, മൈക്രോ ആൽഗകൾക്കുള്ള കപ്പാസിറ്റി എന്നത് വളരെ വലുതാണ്. അതായത് നമുക്കറിയാം, ഒരു വിത്തിട്ട്
അത് വളർന്ന് ഒരു വൃക്ഷമായി വരണമെങ്കിലുള്ള ഒരുപാട് സമയമുണ്ട്. പക്ഷെ ആ സമയത്തിനുള്ളിൽ ഇവരുടെ കൺവേർഷൻ ഓരോ നിമിഷത്തിലും ഇവര് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാർബൺ ഡൈ ഓക്സൈഡ് മിറ്റിഗേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏകദേശം 1 മെട്രിക് ടൺ മൈക്രോ ആൽഗെ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഏകദേശം 1.8 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ അതിന്റെ കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കാം. അത്രയും വലിയ കപ്പാസിറ്റിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് സീക്വസ്ട്രേഷനിൽ മൈക്രോ ആൽഗകൾക്ക് നൽകാനുള്ളത്. ഇനി ഇവര് ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോ ആൽഗ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ലൈഫ് ഫോം ആയിട്ട് നമുക്ക് പറയാം. അവര് ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ട്. മൈക്രോ ആൽഗ തന്നെ പറയാണ്, ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതുകൂടാണ്ട് ഫുഡ്, ഫീഡ്, ഫ്യൂവൽ, ഫെർട്ടിലൈസർ 4F ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഞാനൊരു മൈക്രോ ഫാക്ടറി ആണ്. എന്താ ചെയ്യുന്നത്? ഞാൻ വേസ്റ്റിനെ വെൽത്ത് ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ആകപ്പാടെ വേണ്ടത് എന്താണ്? കുറച്ച് സൺലൈറ്റും കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡും കുറച്ച് NPKയും മാത്രം മതി. ഞാൻ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ തരാമെന്ന് മൈക്രോ ആൽഗ തന്നെ പറയുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് കൂടാണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കേസാണ് അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ, അതായത് ജലാശയങ്ങളിൽ ആദ്യത്തെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ആൽഗയാണ്. സൂപ്ലാങ്ക്ടൺ, അതിലുള്ള ചെറിയ ജീവജാലങ്ങൾ ഈ ആൽഗയെ ഭക്ഷിക്കുന്നു. ആൽഗയെ ഭക്ഷിച്ചിട്ടാണ് അത് മത്സ്യം കഴിക്കുന്നത്. അപ്പോ ഇതിന്റെ ബേസ് ഓഫ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്, ഭക്ഷ്യശൃംഖലയുടെ തുടക്കം എന്ന് പറയുന്നത് ആൽഗയാണ്. ഇനി ആൽഗയുടെ മറ്റു പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്, വേസ്റ്റ് എടുത്തിട്ട് വെൽത്ത് ആക്കി മാറ്റാൻ സാധിക്കുന്നു. ഇതുകൂടാണ്ട് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സ്പേസ് മിഷനിൽ പോലും മൈക്രോ ആൽഗ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വരും സ്ലൈഡിൽ കാണാം. ഐ ഈവൻ ഡു സ്പേസ് ട്രാവൽ. ഞാൻ ഇപ്പോൾ സ്പേസ് ട്രാവലും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് കൂടുതൽ നമുക്ക് വഴിയെ കാണാം. ഇത് കൂടാണ്ട് ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലൗഡ് ഫോർമേഷനിൽ ഇവർ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു കെമിസ്ട്രി പാർട്ടാണ്, അതിന്റെ ഒരു സയന്റിഫിക് പാർട്ടാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ പ്രോബ്ലംസ് എല്ലാം നമ്മളിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, പിന്നെ ഗ്ലോബൽ വാർമിംഗ് അല്ലെ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പൈപ്പ് എന്ന് പറയുന്നത് ഒരു പുരാവസ്തുവായിട്ട് മ്യൂസിയത്തിൽ വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ചിത്രം കാണിച്ചിരിക്കുന്നത്. അപ്പൂപ്പനും കുറച്ച് കുട്ടികളും, ഒരു സാറും കുറച്ച് കുട്ടികളും ചേർന്നിട്ട് ഒരു മ്യൂസിയം കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ ഡിനോസറുകളെ കാണിച്ചിരിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പൈപ്പും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു പുരാവസ്തുവായിട്ട് മാറും എന്നുള്ളതാണ് സൂചന. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് നമുക്ക് മൈക്രോ ആൽഗ ആണുള്ളത്. മൈക്രോ ആൽഗയെ നമുക്ക് വിളിക്കാവുന്നത് ദ ഗ്രീൻ സെൽ ഫാക്ടറീസ് എന്നാണ്. കാരണം എന്താണ്? അവര് സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്? അവരുണ്ടാക്കുന്ന ബയോഫ്യൂവൽ ഉണ്ടാക്കുന്നുണ്ട്, ഫെർട്ടിലൈസർ, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഫീഡ്, കോസ്മെറ്റിക്സ്, ഫുഡ്, ഇവയെല്ലാം തന്നെ നമുക്ക് ഇവരിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അതായത് വേസ്റ്റ് ടു വെൽത്ത്. നേരത്തെ നമ്മൾ പറഞ്ഞു വേസ്റ്റ് ടു വെൽത്ത് ആണ് ഇവര് അതുകൊണ്ടാണ് പിന്നെ മൈക്രോ ആൽഗ ഇത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സർക്കുലർ എക്കോണമി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടേം ആണ്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന സർക്കുലർ. അതായത് ഇതൊരു സർക്കിൾ ആണ്. അതായത് നമ്മളിപ്പോ ആൽഗയിൽ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൽഗയെ നമ്മൾ വളർത്തുന്നു, അതിൽ നിന്ന് നമ്മൾ ബയോമാസ് ഉണ്ടാക്കുന്നു. ബയോമാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മൾ ആൽഗെ കൾച്ചർ അതിനെ വളർത്തിയതിനു ശേഷം അതിനെ കോരി എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് ബയോമാസ് കിട്ടും. അതിൽ നിന്ന് ആ ബയോമാസിനെ നമുക്ക് പല ബയോ പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അത് ഇൻഡസ്ട്രിയൽ യൂസിനായിട്ട് ഉപയോഗിക്കാം. അവിടെ നിന്നുണ്ടാകുന്ന വേസ്റ്റ് വാട്ടറും അതുപോലെ ഗ്യാസും എല്ലാം തന്നെ തിരിച്ച് നമുക്ക് ആൽഗൽ പോണ്ടിലേക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ സർക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് കാർബൺ ന്യൂട്രൽ ആണ്, അതേസമയം സസ്റ്റൈനബിൾ ആണ്, സർക്കുലർ എക്കോണമിയാണ്. ഇനി ആൽഗെ എന്തിനൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ഫുഡായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞു. പലതരം ന്യൂട്രീഷണൽ പ്രോഡക്ട്സ് ഉണ്ട്. അതുപോലെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പച്ച തരത്തിലുള്ള ഗുളിക എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള സ്പൈറുലിനയുടെ ടാബ്ലറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. സ്പൈറുലിന എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഇതിന്റെ മാൽന്യൂട്രീഷൻ ഇറാഡിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ ഫുഡ് എന്ന് വിളിച്ചിരിക്കുന്ന ഒരു സാധനമാണ് സ്പൈറുലിന. അതൊരു സൈനോ ബാക്ടീരിയ ആണ്. സൈനോബാക്ടീരിയ മൈക്രോ ആൽഗയിൽ തന്നെ വരുന്ന ഒരു ബാക്ടീരിയൽ ഫോം ആണ്. അതുകൂടാണ്ട് ഇവർക്ക് ഈ പറഞ്ഞതുപോലെ നാച്ചുറൽ പിഗ്മെന്റ്സ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. DHA എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. നമ്മുടെ
എന്താ പറയാ, മദേഴ്സ് ഹോർലിക്സിന്റെ പുറത്ത് വളരെ വലിയ അക്ഷരത്തിൽ നമ്മൾ എഴുതി കാണാറുണ്ട് DHA എന്ന്. ഡോക്സ ഹെക്സ ഇനോയിക് ആസിഡ് എന്നുള്ളതാണ് അതിന്റെ ഷോർട്ട് ഫോം ആണ് DHA എന്ന് പറയുന്നത്. ഇതൊരു omega-3 ഫാറ്റി ആസിഡ് ആണ്. നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനും കണ്ണിനും നെർവ് സിസ്റ്റത്തിനും ഒക്കെ വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. നാച്ചുറലി നമ്മൾ ഫിഷ് ഓയിൽ കഴിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ DHA കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫിഷ് ഓയിലില് ധാരാളം omega-3 ഉണ്ട്. അത് സാധാരണഗതിയിൽ ടെറസ്ട്രിയൽ പ്ലാന്റ്സിൽ കാണാറില്ല. അത് മറൈൻ ഓർഗാനിസത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. കടലിൽ ജീവിക്കുന്ന ജീവികൾക്കാണ്, അതിലുള്ള മൈക്രോബ്സിനാണ് പൊതുവെ ഇതുണ്ടാക്കാൻ. അതിൽ ആൽഗയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പറഞ്ഞ omega-3, ഈ പറഞ്ഞ DHAയും അതുപോലെ EPA എന്ന് പറഞ്ഞൊരു സാധനം കൂടിയുണ്ട്. ഇത് രണ്ടും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് മൈക്രോ ആൽഗയാണ്. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ സോഴ്സ് ഓഫ് omega-3 എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള സോഴ്സ് ഫിഷ് അല്ല. യഥാർത്ഥത്തിൽ ഉണ്ടാക്കപ്പെടുന്നത് ആൽഗയാണ്. ഈ ആൽഗയെ കഴിച്ച് വളരുന്ന മത്തിയിലോ ചാളയിലോ ഒക്കെ അവരിത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ആ ഓയിലാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മീനെണ്ണ ആയിട്ട് കഴിക്കുന്നത്. അപ്പൊ മീനെണ്ണ കഴിക്കുന്നതിന്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട്. പക്ഷെ ഇവർ യഥാർത്ഥത്തിൽ ഇത് ഉണ്ടാക്കുന്നത് മൈക്രോ ആൽഗയാണ്. ഇനി എന്തുകൊണ്ടാണ് മൈക്രോ ആൽഗ എന്ന് നമുക്ക് ചിന്തിക്കാം. ഇതിൽ നമുക്ക് നോക്കാം. ആദ്യത്തേതിൽ പറഞ്ഞിരിക്കുന്നത് ഫിഷ് തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഒരു ഫാക്ടറാണ്. കാരണം പ്രത്യേകിച്ച് omega-3 ഫാറ്റി ആസിഡ് ഒക്കെ ഉള്ളത് കൊണ്ട് ഫിഷിന്റെ യൂട്ടിലൈസേഷൻ നമ്മളുടെ ഇപ്പോ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോംപ്ലക്ഷനും പിന്നെ കേരളത്തിലെ ജനങ്ങളുടെ കോംപ്ലക്ഷനും അതുപോലെ ഹെയർ കളറിന്റെ ഒക്കെ ഒരു പ്രധാന റീസൺ മീൻ ധാരാളമായിട്ട് കഴിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള കാരണം പ്രധാനമായിട്ടും ഈ ആൽഗയിൽ നിന്ന് കിട്ടുന്ന ചാളയിലൊക്കെ ധാരാളമായിട്ട് മീനെണ്ണയുണ്ട്. ആ മീനെണ്ണയിലുള്ളത് ഈ omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. അത് ആൽഗയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ ഹൈലി എക്സ്പ്ലോയിറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു റീസൺ ആണ്. അപ്പൊ നമുക്ക് ആൽഗ ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തത് ഫിഷിൽ നിന്നുള്ള എണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബയോ മാഗ്നിഫിക്കേഷൻ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മിനമാട്ട എന്ന് പറഞ്ഞൊരു ഡിസീസ് ആണ്. അത് ഈ മെർക്കുറി പിന്നെ എന്താ പറയാ പോയ്സണിങ് ആണ് അവിടെ സംഭവിച്ചത്. അതായത് ഈ പറഞ്ഞ ചെറിയ മത്സ്യങ്ങള് ഈ മെർക്കുറി അവരുടെ ഉള്ളിൽ ചെന്നിട്ട് അത് ബയോ മാഗ്നിഫിക്കേഷൻ ഉണ്ടാകുന്നു. ഫുഡ് ചെയിനിലൂടെ വലിയ ഫിഷിലേക്ക് അത് എത്തുകയും അങ്ങനെ മെർക്കുറിയുടെ അളവ് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ ഈ മീൻ എണ്ണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ പലപ്പോഴും മെർക്കുറിയുടെ അംശം ഉണ്ടാകുകയും അത് പലപ്പോഴും ടോക്സിസിറ്റിക്ക് കാരണമാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി? ആൽഗൽ ഓയിൽ ഉപയോഗിച്ചാൽ മതി. മറ്റൊന്നുള്ളത് നമുക്കറിയാം, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് നമ്മുടെ ഹസ്ബൻഡറിയില്, ആനിമൽ ഹസ്ബൻഡറിയില് പലപ്പോഴും പല രീതിയിലുള്ള പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ലോകത്തില് എന്താ പറയാ ഗ്ലോബൽ ഗുഡ് ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചോദ്യവിഷയം. GAHP എന്ന് പറഞ്ഞത് ഗുഡ് ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസ് ആണ്. അത് നമ്മൾ എത്രത്തോളം ഫോളോ ചെയ്യുന്ന ഒരു ചോദ്യം. ഇതൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ പറയാം. അതുപോലെ ആനിമൽ കെയർ, അതായത് ഒരു എത്തിക്കൽ റീസണും കൂടി ഉണ്ട്. ആനിമൽസിനെ പൊതുവായിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യ വിഷയമാണ്. അപ്പൊ അതിന് പകരമായിട്ട്, അതായത് പ്രധാനമായിട്ടും ആനിമൽ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ എന്തിനാണ്? പലപ്പോഴും പ്രോട്ടീനിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് പറയാം മൈക്രോ ആൽഗൽ വേഗൻ ആൾട്ടർനേറ്റീവ്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മിൽക്കിന്റെ ഫോമിലായാലും വേഗൻ ഫിഷ് ആയിട്ടാണെങ്കിലും അതുപോലെ മീറ്റ് ബോൾസ്, ഈ രീതിയിലൊക്കെ നമുക്ക് ആൽഗൽ പ്രോട്ടീൻ, മൈക്രോ ആൽഗൽ പ്രോട്ടീൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് വേറൊരു വസ്തുത. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽ മീറ്റിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അവിടെ കിട്ടേണ്ട സാധനങ്ങൾ, അതിൽ കിട്ടേണ്ട ന്യൂട്രിയൻസ് എല്ലാം തന്നെ നമുക്ക് മൈക്രോ ആൽഗയിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ പ്രോട്ടീന്റെ കണ്ടന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്കറിയാം ഈ ക്ലോറല്ല ആൻഡ് സ്പൈറലിന് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന രണ്ടെണ്ണത്തിൽ പ്രോട്ടീൻ കണ്ടന്റ് നോക്കിയാൽ 50-60% അല്ലെങ്കിൽ 60-70% ബയോമാസിന്റെ ഡ്രൈ മാറ്ററിന്റെ പ്രോട്ടീൻ ആണ്. അപ്പൊ മറ്റേതിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത് മൈക്രോ ആൽഗയിലാണ്. മാത്രമല്ല കംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്നുള്ളത്, അതായത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് 10 എണ്ണമാണ്. ആ 10 ഉള്ളതാണ് ആൽഗൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഡൈജസ്റ്റബിൾ പ്രോട്ടീൻ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് അത് ആഗിരണം ചെയ്യാനും അസിമിലേറ്റ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളത്. മറ്റുള്ളത് ലാൻഡ് ഏരിയ, എത്ര ലാൻഡ് ഏരിയ, അതുപോലെ വെള്ളം എത്ര വേണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ലാൻഡ് ഏരിയ കൾട്ടിവേഷന് വേണ്ടി നമുക്ക് ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ജലം, നമുക്ക് ശുദ്ധജല ലഭ്യത നമുക്ക് കുറവാണ്. മൈക്രോ ആൽഗയുടെ പ്രത്യേകത ലാൻഡ് ഏരിയ കുറവ് മതി അത് കൾട്ടിവേറ്റ് ചെയ്യാൻ എന്നുള്ളതും. മറ്റൊന്ന് ജലം, എങ്ങനെയുള്ള ജലം വേണമെങ്കിലും നമുക്ക് ഇതിന് വളർത്താനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതും പ്രത്യേകതയാണ്. കാരണം സീ വാട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം, ബ്രാക്കിഷ് വാട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഈവൻ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളം പോലും മൈക്രോ ആൽഗയെ കൾച്ചർ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്
മറ്റൊരു വസ്തുത. അപ്പൊ ഈ കാരണങ്ങളെ കൊണ്ട് തന്നെ നമ്മുടെ ടെറസ്ട്രിയൽ പ്ലാന്റ്സിന്റെ കൂടെ തന്നെ മൈക്രോ ആൽഗയും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. ഈ പിന്നെ പോൾട്രിയിലും അതുപോലെ തന്നെ ആനിമൽ ഫീഡിങ്ങിന് വേണ്ടിയും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഇതെല്ലാം തന്നെ പ്രകൃതിയെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹായിക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത് മൈക്രോ ആൽഗെ ബയോ ഫെർട്ടിലൈസർ എന്നുള്ളതാണ്. മൈക്രോ ആൽഗയിൽ ധാരാളം ഹോർമോൺസ്, അതായത് എന്താ പറയാ, ഈ പിന്നെ ഇതിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന എൻഹാൻസേഴ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല മൈക്രോ ആൽഗയ്ക്ക് നൈട്രജൻ ഫിക്സിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നൈട്രജൻ ഫിക്സേഴ്സ് ആയിട്ടുള്ള നോസ്റ്റോ, കനബീന എന്നൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു പ്രത്യേകതയും കൂടെ എന്ത് സഹായിക്കുന്നുണ്ട്, ഇതിനെ ഒരു ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ആ രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ഫോളിയേഴ്സ് ആയിട്ട്, മൈക്രോ ആൽഗൽ ഫോളിയേഴ്സ്, അതായത് സ്പ്രേ ചെയ്യുമ്പോൾ ഈ പിന്നെ ഓർക്കാഡ്സിലൊക്കെ മരങ്ങളിലൊക്കെ തഴച്ചു വളരുന്നതായിട്ട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലും മൈക്രോ ആൽഗിനെ ഉപയോഗിക്കുന്നുണ്ട് ആസ് എ ബയോ ഫെർട്ടിലൈസർ. ഇനി നമുക്ക് ആൽഗൽ എനർജി, ആൽഗയിൽ നിന്ന് എനർജി, പലതരത്തിലുള്ള എനർജി ഉണ്ടാക്കാൻ സാധിക്കും, ബയോ ഫ്യൂവൽസ് ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയൊക്കെയുള്ള ബയോ ഫ്യൂവൽസ് അഥവാ എനർജി സോഴ്സസ് ആണ് മൈക്രോ ആൽഗയിൽ എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ മൈക്രോ ആൽഗയിൽ നിന്ന് നമുക്ക് ബയോഡീസൽ, ബയോ എഥനോൾ, ബയോ ബ്യൂട്ടനോൾ, ബയോ ഹൈഡ്രജൻ, സിൻഗ്യാസ്, ഇലക്ട്രിസിറ്റി, ഹീറ്റ്, ബയോഗ്യാസ് തുടങ്ങിയ എല്ലാം തന്നെ നമുക്ക് മൈക്രോ ആൽഗയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതും, അതായത് ഒരു ബയോ എനർജി ഉണ്ടാക്കാനായിട്ട്, അതായത് തേർഡ് ജനറേഷൻ ബയോ ഫ്യൂവൽസ് എന്ന് പറയുന്നത് മൈക്രോ ആൽഗൽ ബയോ ഫ്യൂവൽസ് ആണ്. ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും എന്ന് പറയുന്നത് പിന്നെ ജട്രോഫ പോലെയുള്ള പ്ലാന്റ്സും അതുപോലെ ബയോ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പിന്നെ ബയോ ഫ്യൂവലൊക്കെ ആയിരുന്നു. തേർഡ് ജനറേഷൻ ആണ് ആൽഗ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് റിസർച്ച് ഇനിയും വേണ്ട കാര്യങ്ങളുണ്ട്, കുറെ ചാലഞ്ചസ് ഉണ്ട്. പക്ഷെ എന്നാലും അതിനും ഒരു പോസിബിലിറ്റി തീർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ചും ജെറ്റ് ഫ്യൂവലില്, ഏവിയേഷൻ ഫ്യൂവലായിട്ട് ആൽഗൽ ഫ്യൂവൽ വളരെ പ്യുവർ ആണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഫ്യൂവലാണ് ജെറ്റ് ഫ്യൂവലിന്, ഏവിയേഷൻ ഫ്യൂവലിനായിട്ടൊക്കെ ആൽഗ ഉപയോഗിക്കുക എന്നുള്ളത്. ഇനി ഇത് അതിന്റെ ഒരു വീണ്ടും ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ തന്നെയാണ്. നമ്മൾ ഫ്ലൂ ഗ്യാസ്, വേസ്റ്റ് വാട്ടർ ഉപയോഗിച്ചിട്ട് മൈക്രോ ആൽഗെ കൾച്ചർ ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം നമ്മൾ ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ബാക്കിയുള്ളത് നമ്മൾ ബയോമാസ് എടുത്തിട്ട് എന്തുണ്ടാക്കുന്നു, അതിൽ നിന്ന് ബയോ ഫ്യൂവൽ ഉണ്ടാക്കുന്നു. അത് തന്നെ വീണ്ടും ഒന്നുകൂടെ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു വാക്കുകൂടെ ഞാൻ പറയാണ്, ഫൈക്കോ റെമഡിയേഷൻ. ബയോ റെമഡിയേഷൻ നമുക്കറിയാം എന്താണ്, ബയോളജിക്കൽ മെത്തേഡ്സ് നമ്മൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനും അതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്ലാന്റ്സിന് ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയാം, അഥവാ ബയോ റെമഡിയേഷൻ എന്ന് നമ്മൾ വിളിക്കും. പ്ലാന്റ്സിനെ ഉപയോഗിക്കുമ്പോൾ അതിന് ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയും. വേറെ ബയോളജിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോൾ അതിന് ബയോ റെമഡിയേഷൻ എന്ന് പറയും. ഫൈക്കോ എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ആൽഗയാണ്. അപ്പൊ ഫൈക്കോളജി എന്ന് പറയുന്നത് ആൽഗയെ കുറിച്ചുള്ള പഠനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഫൈക്കോ റെമഡിയേഷൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ വേസ്റ്റുകളൊക്കെ, വേസ്റ്റ് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്ന, ആൽഗെ ഉപയോഗിച്ചിട്ട് പ്യൂരിഫൈ ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് നമ്മൾ ഫൈക്കോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഇതില് ഫൈക്കോസ്ഫിയർ ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട്, അതായത് പലപ്പോഴും ആൽഗെ ഒറ്റയ്ക്കായിരിക്കില്ല, അവര് പലപ്പോഴും അവരുടെ കൂടെ വേറെ മൈക്രോബ്സ് അതായത് ബാക്ടീരിയ ഉണ്ടായിരിക്കാം, അവരും കൂടെ ചേർന്നിട്ടായിരിക്കും ഈ ഫങ്ഷൻസ്, അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇവര് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, മൈക്രോ ആൽഗിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫോട്ടോ ബയോ റിയാക്ടേഴ്സ് എന്ന് വിളിക്കും. അതായത് ഈ റിയാക്ടർ, പലതരത്തിലുള്ള ഫോട്ടോ ബയോ റിയാക്ടേഴ്സ് ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് മൈക്രോ ആൽഗിനെ കൾച്ചർ ചെയ്യാവുന്നതാണ്. ഇനി ഇതൊരു സിനിമയുടെ ഒരു ക്ലിപ്പിംഗ് ആണ്. ഇത് കണ്ടിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. When I was young, astronauts were like gods. Well, when you were young, കേൾക്കാമോ? countries existed too. It's enough. You had enough of it. Commander Wagner. Давай. Jensen, what's going on? Rubicon to ground control. Ground control, do you read? Does anybody hear us? Anyone? You need to lie down. This fog is toxic. Nobody can survive this. We're safe here. The algae gas exchange works. ആൽഗെ. We can survive. Fought so hard for a planet that doesn't exist anymore. They can't be dead. Hello? We don't have much oxygen left. These people need our help. If we could bring your algae down there, We could save 300 lives. Flying down? Are you out of your mind? So what, we do nothing? We just watch them die? Have you gone completely crazy in that lab? You don't get to talk to me about crazy, mister.
Either you come with us or you stay. You really think they would give you their algae if it was the other way around? It's your job to keep us alive. You're a good person. You know that this is right. You're not gonna touch it! അപ്പൊ ഇതൊരു മൂവിയുടെ ക്ലിപ്പിംഗ് ആണ്. നമ്മള് ഇതില് കാണിച്ചിരിക്കുന്നത് റുബിക്കോൺ എന്ന് പറഞ്ഞൊരു മൂവി 2022 വന്ന ഒരു സിനിമയാണ്. ഇതില് സ്പേസില് ആൽഗെ കൊണ്ടുപോകുന്ന, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പോ ആൽഗെ അവിടെ അവർ ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് സ്പേസിൽ ഇപ്പോ നാസ ഉൾപ്പെടെയുള്ള ഈവൻ എല്ലാ സ്പേസ് റിസർച്ചിലുള്ളവര് ആൽഗെ ഒന്ന് അത് ഫുഡായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാകുമ്പോഴത്തേക്കും അവിടെ സ്പേസിൽ തന്നെ അതിന് കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ വെച്ച് വളർത്തി അതിനെ നമുക്ക് സ്പേസ് ഫുഡായിട്ട് ഉപയോഗിക്കാന്നുള്ളതും, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ബയോ വേസ്റ്റ്, നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന വേസ്റ്റും എല്ലാം തന്നെ ഈ ആൽഗയ്ക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഓക്സിജൻ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഇത് ഈ മൂവിയുടെ സംഭവം ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും എന്താണ് സംഭവം എന്നുള്ളത്. ആ കഥയൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ റൂബിക്കോൺ എന്നുള്ള മൂവിയുടെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ കാണാൻ സാധിക്കും. പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. മൈക്രോ ആൽഗെ സ്പേസിലേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു. അതായത് ഒരു ഫ്യൂച്ചർ ഫുഡ് എന്നുള്ള രീതിയിലും അതുപോലെ സ്പേസ് റിസർച്ചിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റ് ഓർഗാനിസം ആണ് മൈക്രോ ആൽഗെ. ഇനി നമുക്ക് ഏകദേശം നമ്മൾ അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രസന്റേഷന്റെ. അതായത് നമ്മുടെ ആൽഗാജൻ ബയോ സൊല്യൂഷൻ എന്ന് പറയുന്ന, എന്തായാലും നമ്മള് എന്താ പറയാ, പുരുഷാർത്ഥങ്ങളിൽ പറയുന്ന ഒരു കാര്യം അർത്ഥം എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ആൽഗയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ആൽഗാജൻ ബയോ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ചിത്രത്തിൽ കാണാം, ഇതൊരു മൈക്രോബിയൽ സൂപ്പാണ്. ധാരാളം മൈക്രോബ്സ് അതിൽ കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമ്മൾ ഓരോന്നിനെയും വേർതിരിച്ചെടുത്ത് കൾച്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഓരോ സിംഗിൾ സ്ട്രെയിൻസ് ആയിട്ട് അതിനെ മാറ്റി ഓരോ സ്പീഷീസ് ആയിട്ട് അതിനെ വേർതിരിച്ചെടുത്തിട്ട് അതിനെ വളർത്തുന്നുണ്ട്. വളർത്തിയിട്ട് അതിനെ നമ്മൾ ടാക്സോണമി, അതിന്റെ ഐഡന്റിഫിക്കേഷൻ, അത് ഏത് ഓർഗാനിസം ആണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ പല ആവശ്യങ്ങൾക്കായിട്ട് അതിനെ നമുക്ക് ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ പല ആവശ്യങ്ങൾക്കായിട്ട്, ഫുഡായിട്ടും ഫ്യൂവലായിട്ടും ബയോമോളിക്യൂൾസ് ആയിട്ടും എല്ലാം തന്നെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ആ രീതിയിലുള്ള റിസർച്ച് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന നോളജ് നമ്മൾ ചെറിയ യങ്ങർ ജനറേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്ങുകളും വർക്ക്ഷോപ്പുകളും അതുപോലെ തന്നെ സ്കൂൾ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫൈക്കോ റെമഡിയേഷൻ പ്രോജക്റ്റുകൾ നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, കോളേജുകളെ സഹായിക്കാനായിട്ടും. അതുപോലെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് അവർക്ക് ഫൈക്കോ റെമഡിയേഷനിൽ താല്പര്യം അല്ലെങ്കിൽ അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള കൺസൾട്ടൻസി സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം ആൽഗൽ പ്രോഡക്ട്സ്, നേരത്തെ പറഞ്ഞ ഒമേഗ-3 ഫാറ്റി ആസിഡ് പോലെയുള്ള പ്രോഡക്റ്റ് ഡെവലപ്മെന്റും അതുപോലെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫുഡ് അതുപോലെ ഫീഡ് തുടങ്ങിയവയെല്ലാം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൽഗജൻ ബയോ സൊല്യൂഷനിലൂടെ എൻവയോൺമെന്റൽ പ്രോജക്ട്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കണ്ട ആ കുളത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. ക്ഷേത്രക്കുളത്തില് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇതില് നമ്മൾ എണ്ണയും സോപ്പും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും അല്ലെ പൊതുവെ. അപ്പൊ അതിനൊരു റീസൺ എന്ന് പറയുന്നത്, പലപ്പോഴും സോപ്പും എണ്ണയും ഉപയോഗിച്ച് നമ്മൾ കുളത്തിൽ കുളിക്കുമ്പോൾ അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മൈക്രോ ആൽഗകൾ വളരാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ന്യൂട്രിയൻസ് കൂടുതൽ കിട്ടുമ്പോൾ അവരായിരിക്കും വളരുന്നത്. അല്ലാത്ത പക്ഷം പ്രത്യേകിച്ചും ചില സൈനോ ബാക്ടീരിയ ഒക്കെ അതെല്ലാം ടോക്സിക് ബ്ലൂംസ് ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പം വെറുതെ പറയുന്നതല്ല, പണ്ടത്തെ ആളുകൾ സോപ്പും ഇതൊന്നും ക്ഷേത്രകുളത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതൊരു റീസൺ ആണ്. അതുകൂടാണ്ട് നമ്മൾ ഈ കുളത്തിൽ കുളിച്ച് നിവരുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷം എന്ന് പറയുന്നത് വളരെ വലുതാണല്ലേ. നമ്മൾ എല്ലാവരും തന്നെ ക്ഷേത്രകുളത്തിൽ കുളിച്ച ആൾക്കാരാണ്, നമുക്കറിയാം, അതിന്റെ അനുഭവം അറിയാം. ക്ഷേത്രകുളം എന്നല്ല, ഇപ്പൊ വീടുകളിലുള്ള കുളങ്ങളാണെങ്കിൽ പോലും
അതിൽ കുളിച്ച് നിവരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും പിന്നെ ഉണർവും എന്ന് പറയുന്നത് വേറെ ഒന്നും തന്നെയാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം ഈ മൈക്രോ ആൽഗകൾ തന്നെയാണ്. കാരണം ധാരാളം ഓക്സിജൻ ഈ ജലത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഈ മൈക്രോ ആൽഗകൾ ഉണ്ടാക്കുന്ന പലതരം ബയോമോളിക്യൂൾസ് ഉണ്ട്. ഈ ബയോമോളിക്യൂൾസിന് നമ്മുടെ സ്കിന്നിനെ റിജുവിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, നമ്മൾ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതും കൂടെ ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മുടെ അവസാന ഭാഗത്തിലേക്ക് എത്തി. ഏകദേശം സമയത്തിന് തന്നെ നമ്മുടെ പ്രബന്ധാവതരണം തീർക്കാൻ സാധിച്ചു എന്നുള്ള വിശ്വാസത്തോടെ ഇനി എന്തെങ്കിലും സംശയങ്ങളും സജഷൻസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതാണ്. അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സൂപ്പർ ഫുഡ് സ്പൈറുലിന പറഞ്ഞല്ലോ, അപ്പോ അത് കൃഷി ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് അതിന്റെ മാർക്കറ്റ് വില കാര്യങ്ങളൊക്കെ? നമ്മൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് സ്പൈറുലിന കൾട്ടിവേഷൻ ഉണ്ട്, ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ചെയ്തിട്ട് അതിന്റെ ടാബ്ലറ്റ്സ് നമുക്ക് വിൽക്കാൻ കിട്ടും, അല്ല വാങ്ങാൻ കിട്ടും. നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് ഇത് എല്ലാം സ്പൈറുലിന ഫാംസ് ആണ് കൂടുതലും. അല്ല, ഞാൻ കൺസ്യൂമർ സൈഡ് അല്ല, പ്രൊഡ്യൂസർ സൈഡാണ്. അത് എനിക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? എനിക്ക് വിൽപ്പന ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. അതായത് ബാക്ക്ഡോർ ഫാമിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തിൽ ഈ ഓപ്പൺ ഫാമിംഗ് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ ഇത് ഓപ്പൺ ഫാമിംഗ് ആണ് ചെയ്യുന്നത്, റേസ് വേ പോൺസ് ആണ് അതിന് ഉപയോഗിക്കുന്നത്. പക്ഷെ കേരളത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ, അതുപോലെ ഹ്യൂമിഡിറ്റി ഒക്കെ ഒരു പ്രശ്നമാണ്. പക്ഷെ പാലക്കാട് നല്ലൊരു സ്ഥലമാണ് സ്പൈറുലിന ഫാമിങ്ങിന്. അമ്പലക്കുളത്തിലെ പച്ചവെള്ളം കാണിച്ചില്ല, അതില് കുളിക്കാൻ നമുക്ക് പേടിയാണ്. കാരണം അതെന്തോ, അത് കുളിക്കുന്നോണ്ട് തെറ്റില്ല എന്നിപ്പോ മാഡം പറഞ്ഞെന്ന് മനസ്സിലാക്കിയത്. അതെ അതെ അതെ, കുളിക്കുന്നത് നല്ലതാണ് വാസ്തവത്തില്. പക്ഷെ അതിലും ഞാൻ പറഞ്ഞു, അതെ ഓക്സിജൻ കണ്ടന്റ് ഉണ്ടായിരിക്കും. മാത്രമല്ല ആൽഗയ്ക്ക് ധാരാളം ബയോ മോളിക്യൂൾസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എല്ലാം ജലത്തിലേക്ക് വരുന്നത് കൊണ്ട് അതിന് നമ്മുടെ ഈ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതായത് ഈ സ്പൈറുലിന എന്ന് പറഞ്ഞ സാധനം തന്നെ ആഫ്രിക്കൻ കൺട്രീസിലാണ് അവര് ഏറ്റവും കൂടുതൽ, അവര് എന്തിനും ഏതിനും ഈ സ്പൈറുലിന അവരുടെ ട്രീറ്റ്മെന്റിന്റെ, അതായത് ആ സ്പൈറുലിന ഉള്ള വെള്ളത്തിൽ അവർ കാല് മുക്കി വെക്കാം അവർക്ക് ഒരു വൂണ്ട് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതിന് ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ആൽഗയ്ക്കുണ്ട്. ഈവൻ ഇപ്പം ഓക്സിജനേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ശരിക്കും നമ്മുടെ സ്കിന്നിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പൊ ഇപ്പൊ ആൽഗയുള്ള പച്ചക്കുളത്തിൽ കുളിക്കാൻ ധൈര്യമായിട്ട് ഇറങ്ങാം. പക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മള് അതിന്റെ ശാസ്ത്രീയ വശാരിയാത്തിന്റെ പേരില് ഭയന്നു ചോദിച്ചു. അതെ അതെ അതെ, അത് ശരിയാണ്. നമുക്ക് പൊതുവെ പിന്നെ ഈ ആഫ്രിക്കൻ പായലിനൊരു ചീത്തപ്പേരുണ്ട്. ഇങ്ങനെ ഉണ്ടായിരുന്നറിയാം, അതിങ്ങനെ ഈ പെട്ടെന്ന് പടരുന്നതുകൊണ്ടായിരിക്കാം. അതെ, അത് ശരിക്കും പായലല്ല എന്നുള്ളതാണ് വേറൊരു വ്യത്യാസം. അത് വീടാണ്, അതിനെ വീടെന്ന് തന്നെയാണ് വിളിക്കുന്നത്. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എന്താ പറയാ, പിന്നെ കള, അതെ കള എന്നാണ് പറയുന്നത്. വീടെന്ന് പറഞ്ഞാൽ കളയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് വേറെ കാര്യം. അത് ഇനിയൊരു അവസരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിനും ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒന്നും മോശമായിട്ടില്ല. അതിനെ കൃഷി ചെയ്തിട്ട് അതിൻ്റെതായ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആളുകളും ഉണ്ട്. ഇത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഏതെങ്കിലും നമ്മുടെ നാടൻ രീതികളുണ്ടോ? ഇപ്പൊ നമ്മളിപ്പോ കുളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ടാങ്കിലോ ഒക്കെ നമ്മൾ ഇത്തരം പായലുകൾ കട്ടിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ ചൈനീസ് ഒക്കെ അതിനെ കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് ഉണക്കിയെടുത്ത് ക്ലീൻ ചെയ്ത് ഭക്ഷണത്തിൽ ചേർക്കുന്നത് നമ്മുടെ സിസ്റ്റം, നമ്മുടെ അങ്ങനെ കണ്ടിട്ടില്ല. നമുക്കങ്ങനെ എന്തെങ്കിലും പുതിയ മെത്തേഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു ഹെൽത്ത് ഫുഡായിട്ട് നമുക്കത് മാർക്കറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അതെ, ഈ സ്പൈറുലിന ഓൾറെഡി മാർക്കറ്റിലുണ്ട്. സ്പൈറുലിന എന്ന് പറയുന്ന സാധനം ഇന്റൻസീവ് ആയിട്ട് കൾച്ചർ ചെയ്യുന്ന തമിഴ്നാട്ടിലും കൂടുതൽ ഈ ടെമ്പറേറ്റ് ഏരിയ, അതായത് നല്ല സൂര്യവെളിച്ചം കിട്ടുന്ന സ്ഥലങ്ങൾ, മഴ കുറവുള്ള സ്ഥലങ്ങളിലാണ് അത് കൂടുതലായിട്ട് കൾച്ചർ ചെയ്യുന്നത്. അത് വെച്ചിട്ടുള്ള പലതരം ഫുഡ് പ്രോഡക്ട്സ് നമ്മൾ കാണിച്ചില്ല. അതെല്ലാം തന്നെ ഈ പറഞ്ഞ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്, ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള ഒരു സംഭവമാണ്. പിന്നെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക ഒരു സ്മെല്ല് ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു ആൽഗെ നമ്മൾ കയ്യിലെടുത്ത് മണത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ല് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതിനൊരു പാലറ്റബിലിറ്റി പ്രോബ്ലം ഉണ്ട്. പക്ഷെ അതിന്റെ ന്യൂട്രിയൻ സോഴ്സ്, അത് ആസ് എ ന്യൂട്രിയൻ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ജപ്പാനിലൊക്കെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ബാക്ക് യാർഡ് ഫാമിംഗ് ആ ചെയ്യുന്നത്. അവരുടെ വീടിന്റെ പുറകിൽ തന്നെ അവരൊരു ചെറിയൊരു ടാങ്ക് വെച്ചിട്ട് അതിൽ ഇത് കൾച്ചർ ചെയ്തിട്ട് അതിൽ നിന്ന് കോരി എടുത്തിട്ട് അവരുടെ ഫുഡില് സലാഡ്സിലോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ജ്യൂസിലോ ഒക്കെ ചേർത്തിട്ട് അവർ കഴിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സ്കിന്നിന്റെ കോംപ്ലക്ഷനും ഒക്കെ അതിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുന്നുണ്ട്.
നമുക്ക് ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ഈ ടാങ്ക് ഓപ്പൺ ടെറസിലാണ് ടാങ്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് മൂടി വെക്കാത്തത് കൊണ്ട് എല്ലാ മാസവും ഈ പൂപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങളത് ഏറ്റവും മോശമാണെന്ന് വെച്ചത് ഡ്രൈൻസ് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എഫർട്ടിലാണ്. അപ്പൊ ഇനി പോലെ അത് അങ്ങനെ കുടിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അല്ല, അത്രയ്ക്ക് പ്രശ്നമില്ല. കാരണം ആൽഗെ എന്ന് പറയുന്ന സംഭവം ഉള്ളത് നല്ലതാണ്. കാരണം അത് നാച്ചുറലി ഒരു എന്തെങ്കിലും ദോഷങ്ങൾ വെള്ളത്തിനുണ്ടോ അതിനെ അത് ഹീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ചില ആളുകൾ ഉണ്ടല്ലോ അതില് പൊതുവെ നമുക്കൊരു ധാരണ ഈ ആൽഗെ എല്ലാം മോശമാണെന്നുള്ളതാണ്. ആ ഒരു ധാരണ മാറ്റേണ്ടതാണ്. കാരണം ആൽഗെ ഉള്ളത് സത്യം പറഞ്ഞാൽ നല്ലതാണ്. അത് വെള്ളത്തിനെ ഓക്സിനേറ്റ് ചെയ്യുന്നു. അതിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത സംഭവങ്ങൾ അതെല്ലാം ഇത് വലിച്ചെടുത്തോളും. ശരിക്കും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പണ്ട് അതുകൊണ്ട് നമ്മള് കിണറിലെ വെള്ളം കുടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയും ഇതുമൊക്കെ ഉള്ളത് ഈ ആൽഗെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇതിപ്പോ ഒരു പുതിയ അറിവാണ്. ഞങ്ങളിതെല്ലാം വിഷമാണ്, അതുകൊണ്ട് ഇത് അടുത്ത് കയറ്റരുതെന്നുള്ള അമ്മമാരുടെ ഒരു പ്രൊഡിക്ഷൻ ഉണ്ട്. അവർ ഈ പ്രത്യേകിച്ച് ഈ പരസ്യം പറഞ്ഞ പോലെ പായലും പൂപ്പിലും അത് നിഷിദ്ധമാണ്, അത് വീട്ടിനകത്ത് ഇരുത്തിക്കോളാം. അപ്പൊ ഇത് കണ്ട ഉടനെ നമ്മൾ അതിനെ ഉപദ്രവകാരിയായിട്ട് കാണുന്നത്. ഇപ്പൊ മാഡം പറയുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ടുള്ള ഹെൽത്തി ഫുഡ് ആണെന്ന് മനസ്സിലാകുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മള് പൊതുവെ മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാല് അവർക്ക് ഈ സാധനമൊക്കെ പിടിച്ചെടുത്ത് തൊട്ട് അവർക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. നായ്ക്കളാണെങ്കിലും അവർക്കറിയാം അവർക്ക് ഇത് നല്ല സോഴ്സ് ആണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരത് കഴിക്കുകയും ചെയ്യും. അതും അവിടെയും പറയാനുള്ളത് ചില അപകടകാരികളായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ പൊതുവെ നമ്മുടെ വെള്ളത്തിൽ അത് ഉണ്ടാവാറില്ല. പക്ഷെ അത് യൂട്രിഫിക്കേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഏതെങ്കിലും തരത്തില് ദുഷിച്ച എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങളൊക്കെ കയറ്റിവിടുന്ന കുളങ്ങളിലൊക്കെയാണ് സാധാരണഗതിയിൽ ഈ ദുഷിച്ച ബാക്ടീരിയയും അതുപോലെ തന്നെ ആൽഗകളും ആവശ്യമില്ലാത്ത ബ്ലൂം, അതായത് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഗകളൊക്കെ വളരുന്ന അവിടെ ആയിരിക്കും. സാധാരണഗതിയിൽ നമ്മുടെ ഒരു നോർമൽ കുളത്തില് മത്സ്യങ്ങളൊക്കെ ഉള്ള കുളത്തിലാണെങ്കിൽ അത് നല്ലതാണ്. അങ്ങനെയുള്ള പച്ച വെള്ളത്തിൽ കുളിക്കുന്നതും അതൊരു പക്ഷെ കുറച്ച് കുടിച്ചാൽ പോലും ദോഷമില്ല, നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. ഇതിപ്പോ ഏജിങ്ങിന് വളരെയധികം കൂടി ചെയ്യുന്ന സൂപ്പർ മെഡിസിൻ ആണെന്ന് പറയുന്നില്ല. അത്തരം ഏതെങ്കിലും അവൈലബിൾ ആണോ മെഡിസിനുകൾ, അതുപോലെ ടാബ്ലറ്റുകളും കാര്യങ്ങളൊക്കെ? അതെ അതെ, ഈ പറഞ്ഞ സ്പൈറലീനയും ക്ലോറലയും ഒക്കെ അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വെരി ഗുഡ്. ഇത് ഒരു പുതിയ അറിവാണ്. ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. അതെ, സന്തോഷം. ഈ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുമോ? അതെ, ഇതൊക്കെ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നുള്ള കൺസെപ്റ്റിലാണ് വരുന്നത്. അതായത് ക്യൂറേറ്റീവ് മെഡിസിൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇടയിൽ അത് അത്രയ്ക്ക് പ്രചാരം ഇല്ലാത്തതിന്റെ കാരണം നമ്മൾ ആയുർവേദം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു എന്താ പറയാ, അല്ല ക്യൂറേറ്റീവ് അല്ല, പ്രൊട്ടക്റ്റീവ് മെഡിസിൻ എന്നുള്ള രീതിയിൽ. അപ്പൊ അത് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നുള്ള ഗണത്തിലാണ് സാധാരണഗതിയിൽ ആൽക്കൽ പ്രോഡക്ട്സ് എല്ലാം പെടുത്തിയിരിക്കുന്നത്. അതൊരു മെഡിസിൻ എന്നുള്ള രീതിയിലല്ല, ന്യൂട്രാസ്യൂട്ടിക്കൽ ഡയറ്ററി സപ്ലിമെന്റ് എന്നുള്ള ഗണത്തിലാണ്. നമുക്ക് ആരുടെയും പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ വാങ്ങിച്ചു കഴിക്കാം. എന്നാലും അതിന്റെ പുറത്തുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഈ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാം നല്ലതാവണമെന്നില്ലല്ലോ. നമസ്തേ. നമസ്തേ. ഞാൻ അരവിന്ദാക്ഷൻ. അത് ഇതിപ്പോ കേട്ടപ്പോൾ ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം എല്ലാം കേട്ടിരിക്കുകയായിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു കാര്യമുള്ളത്, ഇത് നമുക്ക് കമേഴ്ഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഇതിനെയൊക്കെ വളർത്തിക്കൊണ്ട് നമ്മുടെ ഫുഡ് റിക്വയർമെന്റ് ഒക്കെ ഒരു പാർഷ്യലിയെങ്കിലും നമുക്ക് ഈ രീതിയിൽ മീറ്റ് ചെയ്യാൻ സാധിക്കുമോ, അഥവാ നാളെ അങ്ങനെ സാധിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. കൂടാതെ രസകരമായ ഒരു കാര്യം കേട്ടത്, ഇപ്പൊ 25% ആയിട്ടുള്ള ട്രീസ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഈ കാർബൺ ഡയോക്സൈഡ് മാറ്റി ഓക്സിജൻ തന്നെ. അപ്പൊ 75% കിട്ടുന്ന ഈ ആൽഗെ കൂടി തന്നെയാണ്. ഈ ആൽഗെ മിക്കവാറും അധികം കടൽ പ്രദേശങ്ങളിലായിരിക്കും, അല്ല പുഴയിലായിരിക്കില്ല, നമ്മുടെ വെള്ളത്തിൽ. അപ്പൊ കടൽ വെള്ളത്തിനെ ആശ്രയിച്ച് തന്നെയാണ് വാസ്തവത്തിൽ നമുക്ക് ജീവിക്കാൻ കൂടുതൽ സാധിക്കുന്നത്. അപ്പൊ കടൽ വെള്ളത്തിലേക്ക് നാശമാക്കാൻ പാകത്തിന് നമ്മൾ ധാരാളം പൊള്യൂട്ടൻസ് അങ്ങോട്ട് തട്ടുന്നുണ്ട്. അതിന്റെ ദോഷം ഇതിനെ ബാധിക്കില്ലേ ഒരു പരിധി വരെ? ഒരു പരിധി വരെ ഈ ആൽഗയ്ക്കുള്ള, അതെ അതെ, തീർച്ചയായിട്ടും ബാധിക്കും. കാരണം ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ്, അതുപോലെ അയൺ കൂടുതലാവുമ്പോൾ, അയണിന്റെ അംശം ജലത്തിൽ കൂടുന്ന സമയത്ത് ഈ പറഞ്ഞ ആൽഗൽ ബ്ലൂംസ് ഉണ്ടാവും. ഈ ആൽഗൽ ബ്ലൂംസ് ഉണ്ടാകുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ തള്ളിവിടുമ്പോഴാണ്. അത് ചെന്നിട്ട് ഇത് എടുക്കും. പക്ഷെ ഇവർക്ക് വളരെയധികം എന്താ പറയാ, ഒരു മാജിക്കൽ പവർ ഉള്ളത് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇതിനെയൊക്കെ ഈ വേസ്റ്റിനെയൊക്കെ അവര് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ പരമാവധി ന്യൂട്രലൈസ് ചെയ്തിട്ട്
വെള്ളത്തെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ആൽഗെ ചെയ്യുന്നത്. അല്ല, അതിൽ ചില ടോക്സിക് വെറൈറ്റി വരെ ഇല്ലേ ആൽഗയില്? വരാൻ സാധ്യത, പക്ഷെ ഈ ഫിഷിന്റെ അത്രയൊന്നും ഇല്ല. കാരണം ഹെവി മെറ്റൽസിന്റെ കണ്ടന്റ് ഒക്കെ വരാം, പക്ഷെ അത് തുലം കുറവായിരിക്കും, മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. കാരണം ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ഡെഡായ സാധനമൊക്കെ സെഡിമെന്റ് ആയിട്ട് അങ്ങ് പോകും. അപ്പൊ അതെല്ലാം താഴെ മിനറലൈസ് ചെയ്ത് പോകും. ബാക്കിയുള്ളത് പിന്നെ വരുന്നതെല്ലാം നല്ല ആൽഗകളായിരിക്കും. അപ്പൊ അതില് പൊതുവെ കുറവായിരിക്കും. മറ്റ് ഈ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അതില് കാണാറില്ല, കാരണം അതിലേക്ക് വരുന്നില്ല. ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അതിനെ ഭാവിയിലേക്ക് വളരെയധികം ഒരു പ്രയോജനകരമായ വിധത്തിൽ ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ റിസർച്ചിൽ കൂടി മനസ്സിലാക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്, എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. ഇന്ത്യയിലായി വരുന്നേ ഉള്ളൂ. തന്നെയല്ല, അത് ശരിക്കും വെച്ച് ബയോളജിക്കൽ ആണ്, പിന്നെ എക്കോസിസ്റ്റത്തെ ഒട്ടും ബാധിക്കുന്നില്ല, നെഗറ്റിവിറ്റി ഉണ്ടാകുന്നില്ല എന്നുള്ളതൊക്കെ വളരെയധികം നല്ലൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ ഫോസിൽ ഫ്യൂവലും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ എല്ലാവരിലും നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ മഹത്വം, ആ മഹത്വത്തെ കൂടി നമ്മൾ തിരിച്ചറിയണം. ഈ മൈക്രോ ഓർഗാനിസം ആ മൈക്രോ ഓർഗാനിസത്തെ ഉപയോഗിച്ചാണ് ഈ നമ്മുടെ അടുത്ത ജനറേഷനൊക്കെ നിലനിൽക്കാൻ പോകുന്നതെന്ന് പോലും ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ശരീരം പോലും നമ്മുടേതല്ല, അത് അതിനേക്കാളും കൂടുതൽ മൈക്രോബ്സിന്റെ ആണെന്നാണ് പറയുന്നത്. അല്ല, നമ്മുടെ ശരീരത്തിന്റെ സെൽസിനേക്കാളും കൂടുതൽ ബാക്ടീരിയ ഉണ്ടല്ലോ. അതെ, അതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ആദ്യമുണ്ടായ ഈ ജീവികള് യഥാർത്ഥത്തിൽ പ്രയോജനകരമായിരുന്നു. പിന്നീടാണ് ഇങ്ങനെ എവല്യൂഷന്റെ ഭാഗമായിട്ട് വന്ന് ഇങ്ങനെയൊക്കെ ആയത്. അവസാനം നശിപ്പിക്കുന്ന ഒരു വിഭാഗമായിപ്പോയി നമ്മള്. വീണ്ടും തിരിച്ചു വരാൻ ഈ മൈക്രോസ് തന്നെ വേണം. വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട് കാണുമ്പോഴേ, കേൾക്കുമ്പോഴേ. ഏതായാലും വളരെ സന്തോഷം. നന്നായിട്ട് പ്രസന്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അതുപോലെ ശ്രദ്ധിക്കുകയും ചെയ്തു. ഇതുപോലെ ഒരു ടോക്ക് കേൾക്കാൻ സാധിച്ചത് സന്തോഷമുണ്ട്. വളരെ താങ്ക് യു വെരി മച്ച്. വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം നന്ദി. മേഡം, ഇത് വാട്ടറിന് റീപ്ലേസ്മെന്റ് ആണ് എങ്ങനെയാണ്? നമ്മള് വാട്ടറിന്റെ പൈപ്പുകൾ നേരത്തെ കാണിച്ചല്ലോ, മ്യൂസിയത്തിലായിരിക്കും ഇനിയും വരാൻ പോകുന്നത്. വാട്ടറിന് എങ്ങനെയാ ഇത് റീപ്ലേസ്മെന്റ് ആവാൻ പോകുന്നത്? കേൾക്കാമോ? ഓഡിയോ പോയല്ലോ. അത് എന്റെ നെറ്റ് ഡിസ്കണക്ട് ആയി പോയായിരുന്നു. ഞാൻ ഇടയ്ക്ക് ചോദിച്ചാൽ, മാഡം നേരത്തെ ഒരു വാട്ടർ പൈപ്പുകൾ മ്യൂസിയത്തിൽ വെക്കുന്ന പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിൽ കാണിച്ചതല്ലോ, എങ്ങനെയാണ് ഇത് വാട്ടറിന് റീപ്ലേസ്മെന്റ് ആകുന്നതെന്ന് മനസ്സിലായില്ല. വാട്ടറിനെ റീപ്ലേസ് ചെയ്യില്ല, പക്ഷെ ശുദ്ധജലത്തെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് മൊത്തത്തിൽ നമ്മുടെ ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ നെറ്റ് പോയി, ഓഡിയോ പോയി. എന്താണ് ഡ്രിങ്കിങ് വാട്ടർ ശരിക്കും അവൈലബിൾ. ബാക്കിയുള്ളതെല്ലാം ഉപ്പുവെള്ളവും അതുപോലെ തന്നെ ബ്രാക്കിഷ് വാട്ടറും ഉപ്പുരസമുള്ള വെള്ളവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളമാണ് ഭൂമിയിലുള്ളത്. അപ്പൊ ഈ 0.1% മാത്രം, അതായത് ഭൂമിയുടെ 75% വെള്ളത്തിൽ നിൽക്കുമ്പോഴും അതില് വളരെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമുക്ക് ഡ്രിങ്കബിൾ വാട്ടർ, അതിൽ തന്നെ നമ്മളിപ്പോ ഉള്ള പൊല്യൂട്ടൻസ് എല്ലാം കൊണ്ട് തള്ളി അവസാനം ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഡ്രിങ്കിങ് വാട്ടറിന്റെ അവൈലബിലിറ്റി ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാനായിട്ട് മൈക്രോ ആൽഗെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതൊരു എന്താ പറയാ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ പ്രസന്റേഷൻ ആയിരുന്നു. വെള്ളത്തിനെ റീപ്ലേസ് ചെയ്യാന്നുള്ളതല്ല, വെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാനായിട്ട് മൈക്രോ ആൽഗെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിനെ ഓക്സിജനേറ്റ് ചെയ്തിട്ട് അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കളഞ്ഞ് ചീത്ത വെള്ളത്തെ നന്നാക്കി എടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതാണ് ഉദ്ദേശിച്ചത്. Thank you, madam. Thank you very much for a wonderful presentation. Thank you, sir. മാഡം ഷൈനിയാണ്. എനിക്ക് വളരെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. എനിക്ക് ഇപ്പം അവസാനമുള്ള ഡിസ്കഷൻ കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായത് വളരെ നല്ലതായിരുന്നു. ഞാൻ അവസാനത്തെ ആ ഒരു സത്യമായിട്ട് പറയാം, ആ അമ്പലക്കുളം മാത്രമേ കണ്ടുള്ളൂ. ഇന്ന് രാവിലെ എന്റെ കമ്പ്യൂട്ടർ ക്രാഷ് ആയിട്ട് ഇപ്പൊ അത് ഒരാൾ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൽ കയറിയത് അപ്പൊ നോക്കുമ്പോ ഹെഡ്സെറ്റും അല്ലെങ്കിൽ ഫോൺ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായി പോയി. അപ്പം മുതൽ പോയിട്ട് പിന്നെ ഞാൻ ആ അമ്പലക്കുളം കാണുന്നുള്ളൂ. എനിക്ക് ഭയങ്കര താല്പര്യമില്ല. ഞാൻ വിചാരിക്കുന്നു സുകേഷ് ജി ഇത്
എന്താ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് വീണ്ടും കാണാം. ഞാൻ ഇതിനിടയ്ക്ക് മാഡം പറഞ്ഞിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. ഇത് നമ്മുടെ ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, നമ്മുടെ ഫുഡ് പ്രോസസിംഗ് പ്ലാന്റ് എന്നുള്ള വേസ്റ്റ് സീവേജ് വാട്ടർ അതിന്റെയൊക്കെ ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാ. അങ്ങനെ ഒരു സാധ്യത എന്താ മാം? അതായത് മാക്രോ വെജിറ്റേഷനോ അല്ലെങ്കിൽ വേറെ കെമിക്കൽ ട്രീറ്റ്മെന്റിന്റെ കൂടെ നമുക്ക് മൈക്രോ ആൽഗൽ ട്രീറ്റ്മെന്റ് എന്നുള്ളത് സാധ്യമാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഫൈക്കോ റെമഡിയേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ട്. ഫൈക്കോ റെമഡിയേഷൻ എന്നുള്ളത് ആൽഗെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു ലേക്ക് മുഴുവൻ ഫൈക്കോ റെമഡിയേഷൻ വെച്ചിട്ട് അവർ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈവൻ നമാമി ഗംഗെ പ്രോജക്റ്റില് അവിടെ പ്രവർത്തിക്കുന്ന പിന്നെ സംഘടനകളും അതുപോലെ തന്നെ കമ്പനികളും ഉണ്ട്. അവരെല്ലാം ഫൈക്കോ റെമഡിയേഷൻ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളത്തിലെ ഈ പറഞ്ഞ ഹെവി മെറ്റൽസ് അടക്കമുള്ളത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അബ്സോർബ് ചെയ്യാനും പറ്റും, അബ്സോർബ് ചെയ്യാനും പറ്റും. ഇതിനനുസരിച്ച് നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യണം. നമ്മൾ ഏതാണ് ട്രിക്ലിംഗ് ഫിൽറ്ററിലൊക്കെ നമുക്ക് ഈ പോറസ് സബ്സ്ട്രേറ്റിന്റെ മുകളിൽ ഇത് കൾച്ചർ ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും ഒരുപാട് റിസർച്ച് അതിലുണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് എന്താ, ഞാൻ എന്റെ ഒരു പ്ലാൻ ആയിരുന്നു അത് കുറച്ച് മാക്രോ ആൽഗെ വെച്ചിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ എന്റെ MFSC തീസീസിന് ഒരു കുട്ടിക്ക് കൊടുത്തതായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് അത് എവിടെ നിന്ന് ഒരു സെക്കൻഡ് സപ്പോർട്ട് കിട്ടും എന്നുള്ളതായിരുന്നു. ഞാൻ മാഡത്തിന്റെ അടുത്തേക്ക് തന്നെ വരാം. പക്ഷെ എനിക്ക് ഇതൊന്ന് കേൾക്കണേ. സുകേഷ് ജി, ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? റെക്കോർഡഡ് ആണ് ഷെനി, റെക്കോർഡഡ് ആണ്. എനിക്കൊന്ന് തന്നാ മതി. ഓക്കെ, ശരി. ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഒരു ഓഡിയോ മിസ്സിംഗ് ആണ്. കേൾക്കാം മാഡം? അതായത് ഇപ്പൊ മാഡം പറഞ്ഞ ആൽഗ എനർജി, അതിലെ ബയോ എനർജിയെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ സാധ്യതകളെ കുറിച്ച്, ഏവിയേഷൻ ഫ്യൂവലായിട്ട് തന്നെ ഇത് നമുക്ക് പിന്നെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കൊമേഴ്സ്യൽ ആയിട്ടും ഇൻഡസ്ട്രിയൽ ആയിട്ടും നമ്മുടെ അത്തരത്തിലുള്ള ഒരു പിന്നെ സയന്റിഫിക് സ്റ്റഡിയും റിസർച്ചും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ? അതോ നമ്മുടെ പെട്രോൾ പോലെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണോ? അല്ലല്ല, ഇപ്പം റിലയൻസ് പോലെയുള്ള ഇൻഡസ്ട്രീസ് ആൽഗ ഉപയോഗിച്ചിട്ടുള്ള ബയോഫ്യൂൽ പ്രൊഡക്ഷനിലുണ്ട്. പിന്നെ CSMCRI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഭാവ്നഗർ ബേസ്ഡ് ആയിട്ടുള്ളത്. അവർ ഓൾറെഡി ആൽഗ ബേസ്ഡ് എൻജിൻസ് ഓടിച്ചു കഴിഞ്ഞു. അത് വേസ്റ്റ് ആയിട്ടുള്ള വാട്ടറിൽ കൾച്ചർ ചെയ്ത ആൽഗ ഉപയോഗിച്ചിട്ടാണ്, അത് കോരി എടുത്തിട്ടാണ് അതിന് ബയോഫ്യൂവൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ബയോ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ആയിട്ടും അതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറെ ഇതിന് കുറച്ച് ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസ് ഒന്ന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ന് വെച്ചാൽ ഇത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് കിട്ടണം. ഇതിന് സാധ്യതകളുണ്ട്, പക്ഷെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. അപ്പൊ അതിനുള്ള റിസർച്ച് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റിലയൻസ് ഉൾപ്പെടെയുള്ള ഇൻഡസ്ട്രീസ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ഡിസിന്റഗ്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളിൽ മൈക്രോ പ്ലാസ്റ്റിക് അബ്സോർപ്ഷൻ, അങ്ങനെ ഈ സിസ്റ്റത്തിൽ നിന്ന്, നമ്മുടെ ബയോ സിസ്റ്റത്തിൽ നിന്ന്, നാച്ചുറൽ സിസ്റ്റത്തിൽ നിന്ന് ഈ പ്ലാസ്റ്റിക്കിനെ മാറ്റാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ഹൈഡ്രോളൈസ് ചെയ്തിട്ട് നമ്മുടെ നാച്ചുറൽ കോമ്പൗണ്ട്സ് ആക്കി മാറ്റാവുന്ന, ഇപ്പം ഈ മറ്റുള്ള ഓർഗാനിസംസ് അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നമുക്ക് ഈ മൈക്രോ ആൽഗ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി മൈക്രോ ആൽഗ ഉപയോഗിച്ചിട്ട് ബയോപ്ലാസ്റ്റിക്സ് ഉണ്ടാക്കാം. അതല്ല മാഡം പറഞ്ഞേ, അതായത് ഇപ്പൊ ഉള്ള മൈക്രോ പ്ലാസ്റ്റിക്കിനെ അബ്സോർബ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ എന്നുള്ളത്. സിന്തറ്റിക് മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ മനസ്സിലായി. സിന്തറ്റിക് മൈക്രോ പ്ലാസ്റ്റിക്സിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് അതിന്റെ അധികം സ്റ്റഡീസ് ഞാൻ കണ്ടിട്ടില്ല. അത് കൂടുതൽ ഇപ്പൊ ബാക്ടീരിയ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ കൂടുതലും വരുന്നത്. ബാക്ടീരിയ ആണ് മൈക്രോ പ്ലാസ്റ്റിക്സിനെ അതിനെ ഡിസിന്റഗ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബാക്ടീരിയക്കാണ്. അതെ, ബാക്ടീരിയൽ എൻസൈംസും ഫംഗസിനും അത് കാണുന്നുണ്ട്. മൈക്രോ ആൽഗയില് അത്രയ്ക്ക് കണ്ടിട്ടില്ല. ഉണ്ടോന്ന് നോക്കണം. ഒരുപക്ഷെ ഉണ്ടെങ്കിൽ തന്നെ സൈനോ ബാക്ടീരിയക്ക് ആയിരിക്കും ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവുക. പക്ഷെ ആൽഗൽ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആൽഗൽ ബയോ പ്ലാസ്റ്റിക്സ് ഉണ്ട്. അതായത് ഈ ആൽഗെ വേസ്റ്റ് എടുത്തിട്ട് അതിന്റെ സെല്ലുലോസും അതിന്റെ ബയോ പോളിമേഴ്സ് ഉണ്ടാക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോ അത് ഇനിയൊരു പോസിബിലിറ്റിയാണ് ആൽഗൽ ബയോ പ്ലാസ്റ്റിക്സ് എന്നുള്ളത്. ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ്. ഓക്കെ മാം, തീർച്ചയായും ഏതായാലും നമുക്ക് അസോസിയേറ്റ് ചെയ്യണം നിർബന്ധമായിട്ടും. ശരി.
പറഞ്ഞോളൂ. ഹലോ, നമ്മുടെ ടാബ്ലറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന എക്സിപിയൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഏതാണ് എക്സിപിയൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതൊരു എക്സിപിയൻസ് എക്സിപിയൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? എക്സിപിയൻസ് എന്നുള്ളത് കൊണ്ട് എക്സിപിയൻസ് അത് ടാബ്ലറ്റ് നമ്മൾ ക്യാപ്സൂൾ ഒക്കെ മെഡിസിനൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇതൊരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? മെഡിസിനൽ പ്രിപ്പറേഷനിലുണ്ട്. സൈനോബാക്ടീരിയ ഒക്കെ ഒരുപാട് ബയോമോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, അതുപോലെ ആന്റി ഓക്സിഡൻസ്, ആന്റി ക്യാൻസർ ഡ്രഗ്സ്, ഇതെല്ലാം തന്നെ ആൽഗയിൽ നിന്ന്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടോ? ആന്റി മൈക്രോബിയൽ എന്താ പറയാ പെപ്റ്റൈഡ്സ്, ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ്, അതുപോലെ തന്നെ ആന്റി ക്യാൻസർ ഡ്രഗ്സ്, ഇതെല്ലാം തന്നെ മൈക്രോ ആൽഗയിൽ ധാരാളം റിസർച്ച് നടക്കുന്നുണ്ട്. എന്തെങ്കിലും ആസിഡ് ഡ്രഗ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ടാവണം. കാരണം മെയിൻ ആയിട്ട് ആൽഗെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞത് പോലെ ഓവറോൾ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ ഹാർട്ടിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഈ ഒമേഗ-3 ഒക്കെ ഉള്ളത് കൊണ്ട് ഹാർട്ട്, ബ്രെയിൻ എല്ലാത്തിന്റെയും ഡെവലപ്മെന്റിനും അതുപോലെ ഫങ്ഷനിങ്ങിനും ഒക്കെ നമുക്ക് അതെറോസ്ക്ലിറോസിസ് അതിനൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ സ്പൈറലിനെ തന്നെ ഒരു മാജിക്കൽ ഡ്രഗ് ആയിട്ടും ഒരു ആസ് സച്ച് പലരും സജസ്റ്റ് ചെയ്യാറുണ്ട്. നമുക്ക് പേഴ്സണലി അറിയാം. ഓക്കെ, താങ്ക് യു മാഡം. നമ്മുടെ കേരളത്തില് ഇതിന്റെ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് മാനുഫാക്ചറിങ് യൂണിറ്റ് എവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? കേരളത്തില് കുറവാണ്, കൂടുതലും തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്, ആന്ധ്ര, ഗുജറാത്ത് ഇവിടേക്കാണ് കൂടുതലായിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ പറഞ്ഞ മെയിൻ ആയിട്ട് സ്പൈറലിനെയും ക്ലോറലയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ അത് കൂടാണ്ട് വേറെ 2-3 സ്പീഷീസും കൂടി ഉണ്ട്. പിന്നെ ബീറ്റാ കരോട്ടിനും അതുപോലെ തന്നെ ഇതിൽ പിഗ്മെന്റ്സ് ധാരാളം ഉണ്ട്. അപ്പൊ ഈ പിഗ്മെന്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചില പ്ലാന്റ്സ് ഉണ്ട്. കേരളത്തിൽ കുറവാണ്. കേരളത്തില് പൊതുവെ എല്ലാത്തിലും ഇത്തിരി പുറകിലായതുകൊണ്ടാവാം ഇതും കുറവാണ്. കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. തമിഴ്നാട് വളരെയധികം എക്സ്റ്റെൻസീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. തമിഴ്നാടിന്റെ കാരൈക്കല കോസ്റ്റൽ ബെൽറ്റിലാണ് കൂടുതൽ സ്പൈറലിന ഫാമിങ്ങും. മധുരയിലുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും തന്നെ നമുക്ക് കാണാം ഈ സ്പൈറലിന ഫാംസ്. അവര് ഒരുപാട് ചെയ്യുന്നുണ്ട്. അവിടെ പലയിടത്തും NGOs തന്നെ ചെയ്യുന്നുണ്ട്. അവര് ഈ പറഞ്ഞ ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് മാൽന്യൂട്രീഷൻ ഇറാഡിക്കേഷന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊരു NGO ആക്ടിവിറ്റി ആയിട്ട് പോലും ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തില് കുറവാണ്. കേരളത്തില് ഇല്ലാന്ന് തന്നെ പറയാം. പക്ഷെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് മാർക്കറ്റില്. പറഞ്ഞോളൂ സ്മിത. വേറെ ഒരാൾ കൂടെ ചോദിക്കാനുണ്ടായിരുന്നല്ലോ. കവിത അർജുൻ. കവിതയല്ല, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അവസ്ഥ ഇത് ഈ വാട്ടർ ട്രീറ്റ്മെന്റിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? അത് എവിടെയാണ് കൂടുതലും? വാട്ടർ അല്ലെ വേസ്റ്റ് വാട്ടർ? പറഞ്ഞ പോലെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിൽ ഇപ്പോഴും നമ്മൾ ഇവിടുത്തെ കേരളത്തിൽ ഇപ്പോഴും നമ്മൾ കെമിക്കൽ മെത്തേഡ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആൽഗൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും അത്ര ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. തമിഴ്നാട്ടിലാണ്, അതായത് ഇപ്പോഴും ഇതിന്റെ പോസിബിലിറ്റീസ് അത്രയ്ക്കത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ പക്ഷെ ഇവര് ഇപ്പം പല ഇൻഡസ്ട്രീസിൽ ചെയ്യുന്നുണ്ട്. അത് പുറത്ത് ഒരുപാട് അവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇന്ത്യക്ക് പുറത്ത്. കേരളത്തിലില്ല, പക്ഷെ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ അവര് ഈ ഫൈക്കോ റെമഡിയേഷൻ ടെക്നിക്സ് പലയിടത്തും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പൊ തമിഴ്നാട്ടിലാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് ഇതിന്റെ. പിന്നെ ഇപ്പൊ നമാമി ഗംഗെ പ്രോജക്റ്റിൽ ഈ പറഞ്ഞതുപോലെ അവര് ഒരു കമ്പനി പിന്നെ അവര് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ അവിടുത്തെ ഗംഗയിലെ വെള്ളം പ്യൂരിഫൈ ചെയ്യാനായിട്ട് ആൽഗൽ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് അവരവിടെ ചെയ്യുന്നുണ്ട്. വലിയ പ്രോജക്റ്റ് അത്. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാനായിട്ട്? ഈ മാഡത്തിന്റെ കെയർ ഓഫിൽ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടില്ല. ഞാനിപ്പോ മെയിൻ ആയിട്ട് ഞാനിപ്പോ ഒരു വർഷം ആവുന്നേ ഉള്ളൂ ശരിക്കും ഇതിലേക്ക് കയറിയിട്ട്. നമ്മള് പ്രോഡക്ട്സ് ഒക്കെ പിന്നെ അതായത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രൊഡക്ഷനിലേക്ക് അങ്ങ് പോയിട്ടില്ല. ഇപ്പൊ നമ്മള് സ്പൈറലിനെയൊക്കെ വാങ്ങിച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്.
സ്പൈറുലിന ടാബ്ലറ്റ്സ്. നമ്മളായിട്ട് ചെയ്യുന്നത് ആസ് എ ഹ്യൂമൻ ബീങ്സിനായിട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. നമ്മൾ കൂടുതൽ ഇപ്പോൾ അക്വാകൾച്ചർ ഫീൽഡിലേക്കാണ്, കാരണം എന്റെ ഏരിയ ഓഫ് റിസർച്ച് കൂടുതൽ അതിലായിരുന്നു. അപ്പൊ അതിലേക്കാണ് ഇപ്പൊ നമ്മൾ അടുത്ത സ്റ്റേജിലായിരിക്കും നമ്മുടെ മനുഷ്യന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റിലേക്ക്. ആദ്യം നമ്മൾ ഫിഷ്, പിന്നെ ആനിമൽസ്, ആ രീതിയിൽ ചെയ്തുകൊണ്ട് വരികയാണ്. പിന്നെ അക്കാഡമിക് ആണ് ഇപ്പോൾ കൂടുതലായിട്ടും പോകുന്നത്. കാരണം എഡ്യൂക്കേഷൻ ഇതിനെക്കുറിച്ച് പോപ്പുലറൈസ് ചെയ്യാന്നുള്ളത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. അറിയാൻ പാടില്ലാത്തതാണ് പലർക്കും. അപ്പൊ അതിനെ പോപ്പുലറൈസ്, ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ പലർക്കും അറിയില്ല, അതുകൊണ്ട് അതിനെ പോപ്പുലറൈസ് ചെയ്യാന്നുള്ളത് ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. You are very kind. That's very good idea. Thank you so much. മാം, ഞാൻ വേറൊരു സംശയം ചോദിച്ചോട്ടെ. ഇതിനോട് ചെറുതായിട്ടൊരു വ്യത്യാസമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നമ്മളിപ്പം ആൽഗ എന്ന് പറയുന്ന സമയത്ത് അതൊരു പ്രൈമറി പ്രൊഡ്യൂസർ ആണ്, വളരെ സിംഗിൾ സെൽഡ് ഓർഗാനിസം ആയിരിക്കാം. ബയോ മാഗ്നിഫിക്കേഷൻ, ബയോ അക്യുമുലേഷൻ ഭയങ്കര കുറവാണ്. ബാക്കി ഒരുപാട് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്, ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇതേപോലെ തന്നെ നമുക്ക് സൂപ്ലാങ്ക്ടൺ ഇല്ലേ, അതായത് മൈക്രോ ആൽഗയുടെ നെക്സ്റ്റ് ലെവല് കൺസ്യൂമർ. അപ്പൊ ഈ സൂപ്ലാങ്ക്ടൺസിലും ഇതുപോലത്തെ എന്തെങ്കിലും ഫുഡ് ആപ്ലിക്കേഷൻ, ന്യൂട്രാസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷൻ ഇതിന്റെ സാധ്യതയില്ലേ? ഇപ്പൊ നമ്മള് ലൈഫ് ഫീഡ് ആയിട്ട് ഈ ഷ്രിമ്പിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള അതിന്റെ ബേബി ഷ്രിമ്പിനും ഒക്കെ ലാർവൽ സ്റ്റേജിൽ കൊടുക്കുന്നത് പോലെ, അതായത് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അതിന്റെ ഒരു ഒരു ഹാർവെസ്റ്റിംഗ് ഇത് പീരീഡ് വളരെ ചെറുതാക്കി ചെയ്യാനും പറ്റും. കാരണം ഒരു മീനിനെ വളർത്തി ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ലൈഫ് സ്പാൻ ഒരുപാട് നീണ്ടതായിരിക്കും. പക്ഷെ ഇത് നമുക്ക് പെട്ടെന്ന്, അതും ബയോമാഗ്നിഫിക്കേഷൻ വളരെ കുറവാണ്, കാരണം ആ ഒരു ഫുഡ് ചെയിനിൽ താഴെ ആയതുകൊണ്ട്. ഇതേ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് സൂപ്ലാങ്ക്ടണിലും ചെയ്യാവുന്നതല്ലേ? കുറച്ച് ഞാനത് വേറൊരു ആപ്ലിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നതാ, രണ്ട് പോസിബിലിറ്റി. മനസ്സിലായി. സൂപ്ലാങ്ക്ടൺ ഇപ്പൊ നമ്മൾ സാധാരണ ഫീഡിലായിട്ടാണ്, നമ്മൾ അക്വാകൾച്ചറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൽഗൽ എൻറിച്ച്മെന്റ് ചെയ്തിട്ട് തന്നെ കൊടുക്കാറുണ്ട്. ആൽഗെ അതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒമേഗ 3 എൻറിച്ച്മെന്റിന് വേണ്ടിയിട്ട് ആൽഗെ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. സീമോഫോമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫീഡ് ന്യൂട്രീഷനിൽ, അക്വാകൾച്ചർ ന്യൂട്രീഷനിൽ നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ആൽഗജൻ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. മാഡം, ഇതുപോലെയല്ല ഈ മൈക്രോ ക്രസ്റ്റേഷ്യൻസ് ഉണ്ടാവുമല്ലോ, ഇതുപോലെ നമ്മൾ ഇതിനൊക്കെ കൊടുക്കുന്ന ഫീഡായിട്ട് അതേ സാധനം തന്നെ ആണെങ്കിൽ എന്തൊരു ശബ്ദമാണ് ഇവിടെ, മനുഷ്യനും കഴിക്കാൻ പറ്റുമെന്നുള്ളതല്ലേ? അതെ. അതായത് ഇപ്പൊ ഇനി ഭാവിയിലേക്കുള്ള മനുഷ്യന്റെ ഭക്ഷണത്തിൽ തന്നെ നമ്മൾ പറയുന്നത് മറ്റേ ഈ ഇപ്പം പുതിയ റിസർച്ചസ് അനുസരിച്ചിട്ട് പറയുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഈ എന്താണ് ഈ വലിയ ഷഡ്പദങ്ങളെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം അതായത് കാരണം അതിന്റെ ആ ഒരു ലൈഫ് സ്പാൻ വളരെ കുറവായതുകൊണ്ട് തന്നെ കൾച്ചർ ചെയ്യുന്നത് എളുപ്പമായിരിക്കും. ഈ ഇപ്പോഴുള്ള ഈ ഫുഡ് ചെയിനിൽ ഏറ്റവും മുകളിലുള്ളത് കഴിക്കുന്ന സമയത്ത് ഉണ്ടാകാവുന്ന രീതിയിലുള്ള ബയോ ടോക്സിസിറ്റി സംഭവങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളത്. അപ്പൊ അതിന്റെ ഇപ്പൊ ഈ ക്രിക്കറ്റും മറ്റുള്ള സാധനങ്ങളും അങ്ങനത്തെ ഷഡ്പദങ്ങളെക്കാളും കുറേം കൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമായിരിക്കും ആ രീതി. അതായത് ആൽഗെ ആകുമ്പോൾ പൊതുവേ നമുക്ക് ചിലത് നമുക്ക് അതിന്റെ മോണോകൾച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ടോക്സിക് ആൽഗെ അതിൽ വന്നു കഴിഞ്ഞാൽ, കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു റിസ്ക് ആണ്. അപ്പം അത് അത്രയും സ്റ്റെറൈൽ കണ്ടീഷനിൽ കൺട്രോളിൽ കൊണ്ടുപോകണം. പക്ഷെ സൂപ്ലാങ്ക്ടൺ ആണെങ്കിൽ നമുക്ക് അതല്ലെങ്കിലും ഒരു ഇത്തിരി അതിലൊരു ഫ്ലെക്സിബിലിറ്റിയും ഉണ്ട്. പിന്നെ ഇത്തരം ആ ഒരു സാധ്യതയൊക്കെ വെച്ചിട്ടാണ് ഞാൻ എനിക്കിപ്പോ പെട്ടെന്ന് തോന്നിയൊരു സാധ്യത ചോദിച്ചു എന്ന് മാത്രം. അതിന്റെ ഒരു ചലഞ്ച് ഞാൻ പറയാം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറൽ ഇൻഫെക്ഷൻ കൂടുതലാവും. നമുക്ക് ഇതില് വൈറൽ ഇതിന്റെ പോസിബിലിറ്റി ഭയങ്കര കുറവാണ് ആൽഗയില്. പക്ഷെ നമ്മൾ വൺസ് ആനിമൽ സെൽസിലേക്ക് പോകുമ്പോ അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും അതുപോലെ വൈറൽ ഇൻഫെക്ഷനും ഒക്കെ കൂടുതലായിരിക്കും. അതായത് മനുഷ്യന് വരും എന്നുള്ളതോ അല്ലെങ്കിൽ WSSB പോലെ ക്രസ്റ്റേഷ്യൻസിനെ ബാധിക്കും എന്നുള്ളതാണോ ഉദ്ദേശിച്ചത്? ആ ജീവികളെ അതാവാം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആൽഗെ എന്ന് പറയുന്നത് ആസ് സച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്. പിന്നെ അതിന് നമ്മളൊരു ഫുഡ് ചെയിനിലേക്ക് ആകെപ്പാടുള്ളത് ഒരു ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. അല്ല, ഇതൊരു എന്തായാലും ഇതൊരു അത്ര എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു മേഖല തന്നെയാണ്. ഞാൻ പറയുന്നത് അതിന്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നിയത്, ഇപ്പൊ മാഡത്തിനോടായിരിക്കും ഇത് ചോദിക്കാൻ, ഈ സംശയം ചോദിക്കാൻ ഏറ്റവും പറ്റിയ വ്യക്തി. കാരണം ഈ മൈക്രോ ആൽഗയിൽ ഇത്രയും ചെയ്ത ഒരാള് ഈ ട്രോഫിക് ചെയിനിൽ അതിന്റെ തൊട്ട മുകളിലുള്ളതാണല്ലോ ഇത്. മനസ്സിലായി. നമ്മള് കോപ്പി പോട്ട്സും റോട്ടിഫറും അതുപോലെ ആർട്ടിമി ഒക്കെ കൊടുക്കുന്നതാണ്. അതെ, ഇത്തരം കാര്യങ്ങളെ അതെ, തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കഴിക്കാം. അതിനൊരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് നമുക്ക് ഫുഡ് ഫോർമുലേഷനിൽ നമ്മൾ അതും കൂടെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അതായത് പുതിയതായിട്ട് അതിനുള്ള ഒരു ടെക്നോളജിയും കൂടെ കൊണ്ടുവരേണ്ടി വരുന്നത് മാത്രം. അതെ അതെ അതെ, ചെയ്യാവുന്നതാണ്. പോസിബിലിറ്റി ഉണ്ട്.
പിന്നെ അതിന് ഈ ചലഞ്ചസ് വരുന്നത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു സെപ്പറേറ്റ് ടാങ്ക് വെക്കണം. അതിലും നല്ലത് കരോട്ടിനോയിഡ് റിച്ച് ആയതുകൊണ്ട് തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖലയിൽ അതുകൊണ്ട് വലിയൊരു സാധ്യതയില്ലേ? കരോട്ടിനോയിഡ്സ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോ ഷ്രിംബോ ബാക്കിയുള്ള പോലെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഇതുകൊണ്ടുള്ള ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ പാരലലി ഉള്ള ഒരു കമേഴ്ഷ്യലൈസേഷന്റെ സാധ്യതയുണ്ടല്ലോ. സാധ്യതയുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അതിനെക്കുറിച്ച് നമ്മള് സാധാരണ ഇപ്പൊ അക്വാകൾച്ചർ ഏരിയയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒട്ടും ചിന്തിച്ചിട്ടില്ലാത്തൊരു ഹ്യൂമൻ കൺസംഷനിലേക്ക് ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മൾ ആദ്യമായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. ആകെ കൂടെ ക്രില്ല് മാത്രം ഉണ്ട് അതിൽ. എനിക്ക് അറിയാവുന്നിടത്തോളം ഒരു ഹ്യൂമൻ ആപ്ലിക്കേഷനിലേക്ക് വന്നിരിക്കുന്നത് ക്രില്ല് മാത്രം. അതാണ് ഇവിടെ അവൈലബിൾ അല്ല ആർട്ടിക് മേഖലയിൽ. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ക്രസ്റ്റേഷ്യൻസ് ഒരുപാടുണ്ട്. പക്ഷെ നമ്മളത് ചിന്തിച്ചിട്ടില്ല. ശരിയാണ്. പോസിബിലിറ്റി ഉണ്ട്. എക്സ്പ്ലോർ ചെയ്യാവുന്ന ഏരിയ ആണ്. മാമിന്റെ കൂടെ എനിക്ക് ഒരു ദിവസം ഞാൻ കാണാൻ വരാം ഏതായാലും. ശരി ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. എല്ലാവർക്കും സ്വാഗതം. വിളിച്ചിട്ട് വരണമെന്ന് മാത്രം. ശരി, തീർച്ചയായിട്ടും. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ബാലൻസ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഒരു സംശയം മാഡം. ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ്സ് എന്തൊക്കെയാണ് ഇതിനകത്ത് മൈക്രോ ആൽഗയിൽ വരുന്നത്? മൈക്രോ ആൽഗയില് കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. അമിനോ ആസിഡ്സ് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ വൈറ്റമിൻസ് മിക്കവാറും ഉണ്ട്. അതായത് സ്പൈർലിനയൊക്കെ ഫോളിക് ആസിഡിന് പകരമായിട്ട് കൊടുക്കുന്നതാണ് പലപ്പോഴും. ഈവൻ ഇപ്പോ ഗർഭിണികൾക്ക് ഫോളിക് ആസിഡ് കഴിച്ചില്ലെങ്കിലും ഇത് കഴിച്ചാൽ മതി. പിന്നെ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട്, കരോട്ടിനോയിഡ്സ് ഉണ്ട്, പിഗ്മെന്റ്സ് ഉണ്ട്, ക്ലോറോഫിൽ ഉണ്ട്, പിന്നെ ബീറ്റാ കരോട്ടിൻ ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് പലതരം പിഗ്മെന്റ്സ്, ആസ്റ്റാക്സാന്തിൻ തുടങ്ങിയവ. പിന്നെ അൺനോൺ ആയിട്ടുള്ള ധാരാളം ബയോമോളിക്യൂൾസ് ഉണ്ട്. ഓൾമോസ്റ്റ് അയേണും പോലെയുള്ള മിനറൽസ് ധാരാളമായിട്ടുണ്ട്. കാൽസ്യം, പ്രത്യേകിച്ച് മറൈൻ ഓർഗാനിസം ആണെങ്കിൽ കാൽസ്യം ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയാ, ഇത് സ്പൈർലിനൊക്കെ ആണെങ്കിൽ ധാരാളം അയേൺ കണ്ടന്റ് ഉണ്ട്. അതിന്റെ ഗുണങ്ങൾ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പല ഓർഗാനിസത്തിനും പല ലെവലിലാണ് പ്രോട്ടീൻ കണ്ടന്റിൽ വ്യത്യാസമുണ്ട്. ചിലതിൽ ഈ പറഞ്ഞ പോലെ omega-3 ഫാറ്റി ആസിഡ്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. EPA DHA കണ്ടന്റ് വളരെ കൂടുതലാണ് മറൈൻ മൈക്രോ ആൽഗയിൽ. അതെല്ലാം ബയോമോളിക്യൂൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തും അല്ലാണ്ടും ഒക്കെ മാർക്കറ്റിൽ ആൽഗൽ പ്രോഡക്ട്സ് ആയിട്ട് വരുന്നുണ്ട്. സൈഡ് എഫക്ട് എന്തെങ്കിലും ഉണ്ടോ അതില്? പൊതുവേ ഇല്ല. ഇപ്പൊ സ്പൈർലിനൊക്കെ ആണെങ്കിലും 100% സേഫ് ആണ്. സ്പൈർലിനയും ക്ലോറലേക്ക്. പിന്നെ ക്ലോറലേക്ക് ഡൈജസ്റ്റബിലിറ്റി ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും സ്പൈർലിന 100% സേഫ് ആണ്. ആകെ സ്പൈർലിനയുടെ ഒരു ഇതുള്ളത് അത് ഇമ്മ്യൂണോ സ്റ്റിമുലന്റ് ആണ്. അതുകൊണ്ട് ഇമ്മ്യൂൺ സപ്രസൻസ് കഴിക്കുന്നവർ, അതായത് എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തവര് കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. അതർവൈസ് ഇപ്പൊ ഹാർട്ടിന്റെ ബ്ലോക്ക് ഉള്ളവര്, അതുപോലെ പിന്നെ അൾഷൈമേഴ്സ് ഉള്ളവർക്ക് തുടങ്ങിയവർക്ക് എല്ലാം തന്നെ, ചെറിയ കുട്ടികൾക്ക്, പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കൊക്കെ കഴിക്കാവുന്ന ഒരു സാധനമാണ് സ്പൈർലിന. ഡയബറ്റിക് ആയിട്ടുള്ളത്, ഹൈ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് അവർക്ക് സൈഡ് ഇഫക്ട്സ്, അതായത് സൈഡായിട്ട് അവർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ കാല് മരവിക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ പിന്നെ മസില് കോച്ചി പിടിക്കുന്നത്, ഒബേസിറ്റി, ഇതിനൊക്കെ സ്പൈർലിന വളരെ യൂസ്ഫുൾ ആണ്. സ്പൈർലിന മാത്രമല്ല, ആൽഗയിൽ പൊതുവെ എല്ലാം തന്നെ ഇത് പ്രത്യേകിച്ചും സ്പൈർലിനയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇത് ബയോഡിഗ്രേഡബിൾ ആയിരിക്കും അല്ലെ? ബയോഡിഗ്രേഡബിൾ പിന്നെ ബയോ ആണല്ലോ, തീർച്ചയായിട്ടും. വളരെ പെട്ടെന്ന് നമുക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റഡ് ആയിട്ട് ബോഡിയിലേക്ക് അസിമിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സെല്ലിലോ സെൽവോൾ ഉണ്ട്, അത് ബ്രേക്ക് ചെയ്തിട്ട് അതിലുള്ള സാധനങ്ങളൊക്കെ പുറത്തു വന്ന് കഴിക്കണം. ആനിമൽ പ്രോട്ടീൻ ആണെങ്കിൽ ഡൈജസ്റ്റബിലിറ്റി പ്രോബ്ലം ഉണ്ട്, പലർക്കും അത് അലർജിക് ആണ്. നമുക്ക് ഷ്രിമ്പും ഇതൊക്കെ കഴിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട്. ഇതിനതൊന്നുമില്ല. ഇതിന് ആ പ്രോട്ടീൻ കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്, ഈസിലി ഡൈജസ്റ്റബിൾ ആണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് അസിമിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ 100% ആണ് പ്രോട്ടീൻ, 100%. അതായത് എല്ലാ അമിനോ ആസിഡ്സ് ഉണ്ട്, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം ഉണ്ട്, മെഥിയോണിൻ ഒഴിച്ച് ബാക്കി എല്ലാ അമിനോ ആസിഡ്സ് ഉണ്ട്, അയൺ കണ്ടന്റ് ഉണ്ട്, വൈറ്റമിൻസ് എല്ലാം. കംപ്ലീറ്റ് ഫുഡ് തന്നെ പറയാം ശരിക്കും. മാഡം, ഞാൻ 2 കമ്പനിയുടെ സ്പിർലീന കഴിക്കാറുണ്ട്. ഒന്ന് DXN ആൻഡ് മൈ ലൈഫ് സ്റ്റൈല്. നല്ല ഒരു എനർജറ്റിക് ടാബ്ലറ്റ് ആണ്. രാവിലെ ഒരു നേരം ഒരെണ്ണം കഴിക്കാറുള്ളൂ. DXN മൈ അറിയാം, അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലുള്ള കമ്പനി. അതെ. അത് പറയാനാണ്. കഴിച്ചിട്ട് നല്ലതാണല്ലേ? നല്ല റിസൾട്ട് ആണ്, നല്ല എനർജറ്റിക് ആണ്. അതിന്റെ ടാബ്ലറ്റിന് നിങ്ങൾ എത്ര രൂപ കൊടുക്കുന്ന ഒരു ടാബ്ലറ്റിന്? അതായത് ഒരു പാക്ക്
60 ടാബ്ലറ്റ്സിന് 1000 rupees ആണ്. 1000 റുപ്പീസ്. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ സമീപിച്ചാൽ കുറഞ്ഞ റേറ്റിൽ തരാം. കുറഞ്ഞ റേറ്റിൽ കുറഞ്ഞ റേറ്റിൽ അവര് സെയിൽ ചെയ്യുന്നത് ശരിക്കും ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് വരുന്നത് ഒരു ടാബ്ലറ്റിന് 1 രൂപയൊക്കെയാണ്. പക്ഷെ അവര് വിൽക്കുന്നത് 6 രൂപ 7 രൂപ 10 രൂപ വിലക്കൊക്കെയാണ് കൊടുക്കുന്നത്. അതെന്ന് വെച്ചാല് ഈ പറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്യുന്ന വലിയ കമ്പനികളിൽ നിന്ന് വാങ്ങിച്ചിട്ട്, പിന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ അവർക്ക് വേറെ ഇതും കൂടി ഉണ്ടാവും. അപ്പോ താല്പര്യം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു തരാം. പാരിയുടെ സ്പെർലിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. പാരി ന്യൂട്രാസ്യൂട്ടിക്കൽ CRCയുടെ 50 ടാബ്ലറ്റ്സേ ഉള്ളൂ. 1800 അല്ല 1080. അതെ. പക്ഷെ നമ്മള് അതേ വിലക്ക് പിന്നെ 500 ടാബ്ലറ്റ്സ് നമുക്ക് തരാൻ പറ്റും. DXN ആദ്യം ഞാൻ കഴിക്കുമായിരുന്നു. ഇപ്പൊ DXN ഇപ്പൊ നിലവിൽ കേരളത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സാറിന് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ എത്തിച്ചു തരാം. ഓക്കെ താങ്ക് യു. സംശയങ്ങൾ ഇനി ആർക്കും ഇല്ലെന്ന് കരുതിക്കോട്ടെ. വളരെ സന്തോഷം. ധാരാളം സംശയങ്ങൾ. ആദ്യമായിട്ടാണ് പുതിയ അറിവ് അത്രേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഒരാളാണെങ്കിൽ 40 മിനിറ്റ് പ്രബന്ധവും ഒരു 45-50 മിനിറ്റോളം സംശയ നിവാരണവും ആദ്യമായിട്ടാണ് കേട്ടോ. അത് ഓൺലൈനിൽ. സാധാരണ ഒരു 2-3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉണ്ടാവാറുള്ളത്. ഇത്രയും വലിയൊരു അവതരണം, അതായത് ഇത്രയും കൂടുതൽ എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻസും ആരും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. സന്തോഷം. പുതിയ സംഭവമാണ്, അട്രാക്റ്റീവ് ആയതുകൊണ്ട് ആൾക്കാർക്ക് പ്രയോജനമുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നിയിട്ട് ആണ് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. സന്തോഷം. എന്തായാലും പുതിയൊരു വിഷയം അവതരിപ്പിക്കാനും, അതുപോലെ എനിക്ക് പഴയതാണെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് പുതിയൊരു വിഷയം അവതരിപ്പിക്കാനും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാനും സാധിച്ചതിൽ സന്തോഷം. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് വളരെ വിജ്ഞാനപ്രദമായ ഒരു പ്രബന്ധവും അവതരണവും അത്ര തന്നെ വിജ്ഞാനപ്രദവും ഇൻട്രസ്റ്റിംഗുമായിരുന്നു. അതുകൊണ്ടാണല്ലോ അവതരണത്തെക്കാട്ടി കൂടുതൽ സംശയ നിവാരണത്തിന് സമയമെടുത്തത്. ഇന്നത്തെ 45 മിനിറ്റ്സ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞു. മെഡിസിൻ ആയാലും ഫ്യൂവലിന്റെ തലത്തിലും ഒക്കെ ആയിട്ട്, മെഡിസിനായിട്ടും ഫ്യൂവലായിട്ടും ഫുഡായിട്ടും ആൽഗകളെ കുറിച്ചും ആൽഗകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതിന്റെ യൂസേജിനെ പറ്റിയും കൂടുതൽ എല്ലാവർക്കും മനസ്സിലാക്കുവാനും കഴിഞ്ഞു കേട്ടോ. ഇത്രയും വളരെ വിജ്ഞാനപ്രദമായ പ്രബന്ധം അവതരിപ്പിച്ച ഡോക്ടർ പ്രീത ഷെനായി മാമിന്റെ വിജ്ഞാനപ്രദമായ അറിവുകൾക്കും വളരെയധികം നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. തൃക്കാക്കര സ്ഥാനീയ സമിതിയുടെ ഇന്നത്തെ അധ്യക്ഷയും തൃക്കാക്കര സ്ഥാനീയ സമിതിയുടെ കാര്യദർശിയുമായ ഡോക്ടർ അർച്ചനയ്ക്കും, ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ ജോയ് സാറിനും, സെക്രട്ടറി അരവിന്ദാക്ഷൻ നായർ സാറിനും, ഓർഗനൈസിംഗ് സെക്രട്ടറി മുരളീകൃഷ്ണൻ സാറിനും, ജില്ലാ സഹസംയോജക് സുകേഷ് ചേട്ടനും, നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന എല്ലാ അതിഥികൾക്കും മഹത്തുക്കൾക്കും തൃക്കാക്കര സ്ഥാനീയ സമിതിയുടെ പേരിൽ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. അടുത്തതായി ശാന്തി മന്ത്രത്തിന് സുകേഷ് ചേട്ടനെ ക്ഷണിക്കുന്നു. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. താങ്ക് യു. നമസ്കാരം.